പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ വത്സമ്മ തോമസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കാണാം, കേൾക്കാം. തീർച്ചയായിട്ടും അത് നമുക്ക് ഏവർക്കും ആത്മപ്രചോദനവും വിശ്വാസം വർദ്ധിക്കുന്നതിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ വത്സമ്മ തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കർത്താവിൻ്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് വത്സമ്മ തോമസ് എന്നാണ്. എൻ്റെ ഭർത്താവ് ഫാസ്റ്റർ എം എ തോമസ്. 2 മക്കൾ എനിക്കുണ്ട്. മൂത്തത് മോന് ഗോഡ്സൺ തോമസ്, ഇളയത് മോൾ ഗ്ലോറി തോമസ്. ഗോഡ്സൺ തോമസ് മധ്യപ്രദേശിൽ ഗ്വാളിയാർ എന്ന സ്ഥലത്ത് BSc നേഴ്സിംഗ് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടിക്കലിന് വേണ്ടി ജോലി ചെയ്യുന്നു. രണ്ടാമത് മോള് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ഫസ്റ്റ് ഇയർ BSc നേഴ്സിംഗ് ചെയ്യുന്നു. ഞാൻ ഇടുക്കി പൈനാവില് താമസിക്കുന്നു. കർത്താവിന്റെ വേലയിൽ കട്ടപ്പന വെട്ടിക്കുഴ കവലയിൽ അഗപ്പെ ഫെലോഷിപ്പിനോട് ചേർന്ന് കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്യുന്നു. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസിയെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ദാനിയേൽ ജോൺ അവറുകൾക്കും എന്നെ ഈ പ്രോഗ്രാമിലേക്ക്, അരോമ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ വഴിതെളിച്ച പ്രിയ ആലീസ് ഷാമുവൽ ആന്റിയോടും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് എനിക്കിങ്ങനെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലോ മനസ്സിലോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കർത്താവ് ഇത് സഹായിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആ തിരുവചനം പറയുവാനല്ലാതെ എനിക്കൊന്നും പ്രശംസിപ്പാനില്ല. സ്തോത്രം. ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് കയറുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഞാന് ഹൈറേഞ്ചിൽ രാജകുമാരി എന്ന സ്ഥലത്ത് നോമിനൽ ക്രിസ്ത്യൻ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ ബാല്യകാലം വളരെ ദുഃഖവും വളരെ പ്രയാസവും ഏറിയതായിരുന്നു. സ്തോത്രം. എൻ്റെ പിതാവ് മാതാവും അവർ നന്നായിട്ട് ജീവിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർ പറയുന്ന അനുസരിച്ച് പിതാവിൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായി. എൻ്റെ പിതാവ് അന്ന് ആ സമയങ്ങളില് വളരെ നന്നായി ജീവിച്ച ഒരു ഭവനമായിരുന്നു. ആ ഹൈറേഞ്ചിൽ ആ കാലങ്ങളിലൊന്നും അങ്ങനെ ഒരു ഭവനത്തിൽ സ്ഥിരം നിന്നൊരു വേലക്കാരോ ഒന്നും ഇല്ലാത്ത കാലങ്ങളിൽ പോലും അന്ന് ആ നിലകളിലൊക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ പിതാവിന് അങ്ങനെ ചിലർ ചെയ്തത് മുഖേന പിതാവ് ഒരു മാനസിക രോഗിയായി തീർന്നു. ഞങ്ങളുടെ ഭവനമൊക്കെ അന്നത്തെ സമയത്ത് പിതാവ് അത് 4 മൂലയ്ക്കും അന്ന് പണി തീർന്നെങ്കിലും പുല്ലുമേഞ്ഞ വീടാ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആ വീട് കത്തിച്ചു കളഞ്ഞു. എൻ്റെ അമ്മച്ചിക്ക് മാന്യമായ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്കൂളിൽ ഒരു ടീച്ചർ പോസ്റ്റ് കിട്ടിയതാ. പക്ഷെ പിതാവ് അപ്പോഴത്തേക്കും ഒരു മാനസിക രോഗിയായിരുന്നുകൊണ്ട് എൻ്റെ മാതാവ് അതിന് തുനിഞ്ഞില്ല. അങ്ങനെ ജീവിതം കടന്നുപോയി. അതിനുശേഷമാണ് ഞാൻ ജനിച്ചത്. അതിന് ശേഷവും പിതാവ് വളരെയധികം അമ്മച്ചിയെ ഉപദ്രവിക്കുകയും അങ്ങനെ എനിക്ക് നേരെ മൂത്ത 2 സഹോദരങ്ങളുണ്ട്. വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ രാജകുമാരിയിൽ നിന്ന് ആ സ്ഥലം വിറ്റിട്ട് രാജാക്കാട് മുക്കുടിയിലേക്ക് വന്നു. അവിടെ എൻ്റെ അമ്മച്ചിയുടെ ഭവനമുണ്ട്. അതിനടുത്ത് വീട് വെച്ചു. അങ്ങനെ താമസിച്ചു. സ്തോത്രം. വളരെ അമ്മച്ചി പിന്നീട് കാലങ്ങളില് വളരെ ഉപദ്രവം സഹിച്ചാണ് ജീവിച്ചത്. അതിനുശേഷം ഞങ്ങൾ അവിടെ വന്ന് വീട് വെച്ചപ്പോഴും എൻ്റെ പിതാവ് ആ വീട്ടിൽ ഒരു ദിവസം എനിക്ക് ഇത്രേ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മച്ചി എന്നെ എടുത്ത് എളിയിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളെ വീടിനകത്തോട്ട് ചാസൻ നിർബന്ധത്താൽ തള്ളിക്കയറ്റുക. എന്നിട്ട്
ആ വീടിന്റെ 4 മൂലയ്ക്കും തീ കൊടുത്തു. അവിടുന്ന് എന്റെ അമ്മച്ചി ഞങ്ങളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി ഒരു വളരെ ദൂരമുള്ള അമ്മ വീടിനടുത്തൊരു ഭവനത്തിൽ പോയി. അന്ന് അവിടെ ഞങ്ങൾ രാത്രി ഇരുന്നു. ചാച്ചൻ അവിടെ തിരക്കി വന്നു എന്റെ പിതാവ്, പക്ഷെ അവര് മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്മ വീട്ടിൽ പോയി. ആ വീട്ടില് ഞങ്ങള് വീടിന് തട്ടിൽ ഭയത്തോടെ മക്കളും അമ്മച്ചിയും കയറിയിരുന്നു അമ്മ വീട്ടില്. കാരണം ഞങ്ങളുടെ ഫാദർ ഒരു അഭ്യാസിയാണ്, ഗുസ്തിക്കൊക്കെ കായിക അഭ്യാസി ആയതുകൊണ്ട് ആ നിലകളിലൊക്കെ പോവുകയും ചെയ്യുന്നുകൊണ്ടും എൻ്റെ അമ്മ വീട്ടുകാര് എൻ്റെ അമ്മയുടെ ഫാദറും ആ നിലകളിലൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അവര് ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾ 3 മക്കളല്ലേ, ഞങ്ങൾ വലുതായി കഴിഞ്ഞ് ഒരുപക്ഷെ ഞങ്ങളുടെ പിതാവിനെ അവര് അമ്മച്ചിയുടെ സഹോദരങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, പിതാവും വലിച്ചാസനോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ തിരിഞ്ഞു ചോദിക്കുകയല്ലേ എന്നുള്ള ആ ദീർഘ വീക്ഷണത്തോടു കൂടെ അവരൊരിക്കലും ഞങ്ങളുടെ ഇച്ഛാച്ചനെതിരായി തീർന്നിട്ടില്ല. പക്ഷെ ഞങ്ങളെയും അമ്മച്ചിയെയും വളരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. തുടർന്ന് പല പ്രാവശ്യം ഉപദ്രവങ്ങള്, പിന്നെ ആ വീടും കത്തി നശിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരിടവുമില്ല കിടക്കുവാൻ. ഇച്ചാച്ചൻ ഇങ്ങനെ ആയതുകൊണ്ട് വീണ്ടും ഞങ്ങള് മുക്കുടി സിറ്റിയില് വേറൊരു ഭവനത്തില് ഞങ്ങൾക്ക് 6 മാസം താമസിക്കാനായിട്ട് ദൈവം സാഹചര്യം ഒരുക്കി. അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഒരല്പം സ്ഥലം വാങ്ങിച്ച് പിതാവ് വീണ്ടും വീട് വെച്ച് ആദ്യത്തെ സ്ഥലത്ത് നിന്ന് മാറി ആ മുക്കുടിയിൽ തന്നെ ഇങ്ങനെ താമസിച്ചു വന്നു. എങ്കിലും എന്നും ഉപദ്രവം ഒക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ മാതാവ് തോട്ട മേഖലയാണ്, അവിടെ പണിക്ക് പോകും. അപ്പൊ വീടൊന്നും വീണ്ടും ഇച്ചാച്ചൻ നല്ലവണ്ണം നോക്കത്തില്ല. ഞങ്ങൾക്ക് 3 മക്കൾക്ക് എഡ്യൂക്കേഷൻ വേണം. അങ്ങനെ അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടു ഞങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. എൻ്റെ ബാല്യകാലത്തിലെ ഒരു സംഭവം ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ചെറുതായിരിക്കുമ്പം ഓരോ കരപ്പൻ എൻ്റെ ശരീരത്ത് വരുമെന്നാ പറഞ്ഞു. അത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാ. അപ്പോൾ അന്നത്തെ വൈദ്യൻ പറഞ്ഞെന്നാ മൂന്നാമതൊരു കരപ്പൻ വരും, അന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണെന്ന്. അങ്ങനെയായി 3 വയസ്സ് കഴിഞ്ഞപ്പോൾ 3.5 വയസ്സാറായപ്പോ എനിക്ക് വന്നെന്നാ പറഞ്ഞ് എനിക്കൊരു കരപ്പനായിട്ട് വന്നു. ഞാൻ ബോധം കെട്ടുപോയി. എന്നെ എടുത്തുകൊണ്ട് അമ്മച്ചിയൊക്കെ ഓടി. അങ്ങനെ എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടി. ദൈവം എന്നെ രക്ഷിച്ചു. ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾ ബാല്യം മുതലേ നമ്മെ നശിപ്പിക്കാൻ നോക്കിയാലും, സ്തോത്രം, മോശെ കർത്താവ് മുൻപേ കണ്ട് തന്റെ ജനത്തിന്റെ നായകനായി ഉദ്ധാരകനായി കണ്ടതുകൊണ്ട് ഒരു മൃഗങ്ങൾക്കോ, സ്തോത്രം, നൈൽ നദിയിലെ ഒരു ഹിംസ്ര ജന്തുവിനും തന്നെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിലും അങ്ങനെ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഞങ്ങള് വളർന്നു. 4ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. സ്തോത്രം. 4ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളുടെ പിതാവ് അപ്പോഴും വളരെ മദ്യപാനിയ, അമ്മച്ചി വളരെ ഹാർഡ് വർക്ക് ചെയ്യും. പിതാവ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും വളരെ എക്സർസൈസ് ഒക്കെ ചെയ്ത് വി ഷേപ്പിൽ നല്ലൊരു ബോഡി ഫിറ്ററും അങ്ങനെയൊക്കെയാണ് അഭ്യാസമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ നിലകളിലൊക്കെ ആരോഗ്യമുണ്ട്. പക്ഷെ ഉപദ്രവം വളരെ ശക്തമായിരുന്നു. സ്തോത്രം. എൻ്റെ പിതാവ് വീടിനടുത്ത് വന്ന് ഒരു ചൂളയടിക്കുമ്പോൾ തന്നെ എനിക്ക് നേരെ മൂത്ത 2 സഹോദരങ്ങളാണ്. മൂത്തയാള് KM ജോസ്, രണ്ടാമത്തെ ആള് KM ജോയ്. അവര് 2 പേരും എവിടെയെങ്കിലും വീടിന് ഏതൊരു മൂലയ്ക്ക് പോയി ഒളിക്കും, പേടിച്ചിട്ട്. കാരണം ഞങ്ങളുടെ ഇച്ചാച്ചൻ വരുമ്പോൾ കൈയാണോ കാലാണോ ചലിക്കുന്നതെന്ന് അറിയത്തില്ല. അത്ര ഉപദ്രവം, പേടി. പക്ഷെ എൻ്റെ അമ്മച്ചി എന്നെ എടുത്തുകൊണ്ട് നിൽക്കും. ഞങ്ങളുടെ ഇച്ചാച്ചന് ഇച്ചാച്ചന്റെ കുടുംബത്തിൽ 10 മക്കളാ. 10 മക്കളിൽ 6 ആണും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു കുടുംബമാണ് കോട്ടയത്ത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ അവരായിരിക്കുമ്പോൾ പെൺകുട്ടികളോട് എൻ്റെ പിതാവിന് വളരെ സ്നേഹമായിരുന്നു. എനിക്കിട്ട് അടി കൊള്ളുമല്ലോ എന്നുള്ള പ്രതീക്ഷയില അടിക്കാതിരിക്കൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ അമ്മച്ചി ഇങ്ങനെ എടുക്കും. സ്തോത്രം. ഇതിനിടയിൽ ഒരു കാര്യം, എൻ്റെ സ്കൂളിലെ പോക്കൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വളർന്നു. കുടിയില്ലെങ്കിൽ വളരെ സ്നേഹമാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പിതാവ് വളരെ സന്തോഷമാണ്. അങ്ങനെ സ്കൂളിൽ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ തുടങ്ങി. അവിടെ അന്ന് ആ കാലങ്ങളിൽ ബസ് സൗകര്യമോ വാഹനങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് നേരെ മൂത്ത സഹോദരനെ എനിക്ക് വേണ്ടി വീട്ടിലിരുത്തി പഠിക്കാൻ. അമ്മച്ചി തോട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ, ഏലത്തോട്ടത്തില്
അപ്പോൾ എൻ്റെ മൂത്ത ആള് അപ്പോഴത്തേനും 5ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു. എനിക്ക് നേരെ മൂത്തയാളെ എനിക്ക് കൂട്ടിയിരുത്തിയിട്ട് പോയി. അങ്ങനെ പിന്നെ ഓർത്ത് ഇനിയും സമയങ്ങൾ പോകുമല്ലോ എന്ന് കരുതി എനിക്ക് പ്രായം കൂട്ടിയും വീണ്ടും സഹോദരന് പ്രായം കുറച്ചും വെച്ച് സ്കൂളിൽ ചേർത്തപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ ഞാൻ നടക്കത്തില്ല, എനിക്ക് ഭയങ്കര വണ്ണമാണ്. അപ്പോൾ ഇവര് സഹോദരങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരാള് ബുക്കും പുസ്തകമൊക്കെ പിടിക്കും, ഒരാള് തോളെ കയറ്റി വെക്കും. അങ്ങനെ വളരെ ദൂരം നടന്ന് സ്കൂളിൽ പോയത്. അങ്ങനെയൊക്കെ പഠിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വീണ്ടും സ്തോത്രം. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ 4ാം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, 4ാം ക്ലാസ്സില് പരീക്ഷ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. അന്ന് രാത്രി ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, ഇന്ന് ഞങ്ങളെ മക്കളെ 3നെയും അമ്മച്ചിയും കൊല്ലും, ഞങ്ങൾ വളർത്തുന്ന ഒരു നായുണ്ട്, അതിനെയും കൊന്നുകളെ, വാക്കത്തിയൊക്കെ കാച്ചിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ ഇച്ചാച്ചന്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. ഞങ്ങളുടെ ഫാദർ ഹൈറേഞ്ചില് ഭയങ്കര മദ്യപാനി, ചാരായം വാറ്റി ഉണ്ടാക്കും, അത് കുടിക്കും, മറ്റുള്ള കൂട്ടുകാർക്കും കൊടുക്കും. ആ നിലകളിൽ പോകുന്ന സമയമാണ്. അപ്പം വൈകുന്നേരം ഒരു ഹൈന്ദവ സഹോദരൻ, ഞങ്ങളുടെ ഇച്ചാച്ചന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നു. രാത്രി 12 മണി വരെ ആ ചേട്ടൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് പോകാൻ ഒരു പേടി, എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതി. അങ്ങനെ ഇരുന്ന് 12 മണി കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ ഫാദർ വളരെ കർക്കശ സ്വഭാവക്കാരനാണ്. അങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുൻപൊക്കെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ഉപദ്രവങ്ങള് അമ്മച്ചി ഇങ്ങനെ സഹിക്കാൻ മേലാതായി. ഞങ്ങളുടെ അമ്മച്ചിയുടെ പിതാവ് സഹോദരങ്ങളൊക്കെ പറയും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. 4 പ്രാവശ്യം ഉടുമ്പൻചോല ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങളുടെ അമ്മച്ചിയുടെ അവിടുന്ന് ബന്ധം വേർപെടുത്താമെന്നുള്ള കാര്യത്തിലാണ് വീട്ടിൽ നിന്നൊക്കെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചി ചാച്ചനെ കാണുമ്പോൾ പറയും, ബന്ധം വേർപെടുത്തും. അതെല്ലാം സഹിച്ച് വീണ്ടും വരും. അങ്ങനെ ഞങ്ങള് വന്ന് പലപ്പോഴും ഉപദ്രവം സഹിക്കാൻ മേലാതായി അമ്മച്ചി തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളെ മക്കളെ കൊണ്ടുപോയി രാജാക്കാടിന്റെ അടുത്ത് പൊടി എന്നൊരു സ്ഥലവും ഡാമും ഒക്കെ ഉണ്ട്, ആ ഡാമിൽ ചാടി മരിച്ചേക്കാം എന്നിങ്ങനെ അമ്മച്ചി പലപ്പോഴും ചിന്തിക്കുകയും, അമ്മച്ചി പറഞ്ഞു ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നാവും. എന്നാൽ പിന്നീട് ഞങ്ങളെ കാണുമ്പോൾ അത് കഴിയാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റാതെ വീണ്ടും വന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചു. 4ലെ പരീക്ഷ കഴിഞ്ഞപ്പം രാത്രിയിൽ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി. ആ ചേട്ടൻ 12 മണി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളുടെ അമ്മച്ചിയുടെ പേര് കുഞ്ഞുമ്മയെന്നാ, കുഞ്ഞാമ്മയെന്ന് വീട്ടിൽ വിളിക്കും, എന്നാ ഇനി വീട്ടിലോട്ട് താഴെ അമ്മ വീട്ടിലോട്ട് ഞങ്ങളുടെ താമസിക്കുന്നതിനടുത്ത അവിടെയോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരൻ ആദ്യമേ അമ്മച്ചി അവിടെ, ചാച്ചൻ ഇത് അറിയുന്നില്ല, അതിനുശേഷം കുറച്ച് ദൂരം ഉണ്ട്, കൊണ്ടുവിട്ടിട്ട് ഇതുപോലെ അനങ്ങാതെ വന്ന് ഞങ്ങൾ സഹോദരങ്ങളെ എന്നെ നേരെ മൂത്ത സഹോദരനെ കൊണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസമായി. ചാച്ചൻ അമ്മ വീട്ടുകാരെ അമ്മാച്ചന്മാരെയും ഒക്കെ ചീത്ത വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവരതെല്ലാം സഹിച്ചു. പിന്നീട് ഞങ്ങളുടെ ചിന്ത, ഞങ്ങൾക്ക് ഇനി സ്കൂളിൽ പോകാൻ പേടിയാ, റോഡിലിട്ട് ചാച്ചൻ പിടിക്കും, ഞങ്ങളെ പിടിച്ചാൽ പിന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഒന്നെങ്കിൽ കൊന്നു കളയും, അല്ലെങ്കിൽ അത്രമാത്രം ഉപദ്രവിക്കും. അത് മക്കളാണെന്നൊന്നുമില്ല, സ്തോത്രം, കൈയും കാലും എങ്ങനെ ചലിക്കുന്നോ അത് നമ്മള് കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഭയപ്പെട്ട് സ്കൂൾ തുറക്കാറായപ്പോ എനിക്ക് നേരെ ആളും ഞാനും കൂടെ വീട്ടിലേക്ക് വന്നു. ഈ ഒരു വിഷയത്തോടെ എൻ്റെ സഹോദരൻ വളരെ ബ്രില്യൻ്റ് ആയി പഠിച്ചുകൊണ്ട് വരുന്നതാ സ്കൂളില്. അതായത് അന്നത്തെ കാലത്ത് കളരി വിദ്യാഭ്യാസം ചെയ്ത് 4ലെ ഫൈനൽ പരീക്ഷ എഴുതി അത് ജയിച്ച് 5ൽ കയറിയതാ, അത്ര മിടുക്കനായിരുന്നു. പക്ഷെ എൻ്റെ മൂത്ത സഹോദരന് അതോടെ പഠനം നഷ്ടപ്പെട്ടു, വീണ്ടും പഠിക്കാൻ പറ്റിയില്ല. കാരണം ഇച്ചാച്ചനെ ഭയന്ന് വെളിയിൽ പോവുകയില്ലായിരുന്നു. ഞങ്ങൾ എതിക്കാലും വീട്ടിലോട്ട് കയറി വന്ന് ഇച്ചാച്ചനോട് ചേർന്ന് നിന്നു, അങ്ങനെ പഠിച്ചു. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ 7ാം ക്ലാസ്സിലായപ്പോഴത്തേനും എൻ്റെ അമ്മച്ചിക്ക് ക്ഷയരോഗമായി, വളരെ പ്രയാസമായി. അമ്മച്ചി വീട്ടിലേക്ക് വന്നില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന്, അന്ന് പഴയകുടി സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്ന, രാജാക്കാടിന്റെ അടുത്തുള്ള UP സ്കൂൾ വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുല്ലക്കാനം എന്ന് പറഞ്ഞ ഈ ഹോസ്പിറ്റലിലേക്ക്
മുലക്കാനം എന്ന ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കടന്നു പോകും. അവിടെ പോയി അമ്മച്ചിയെ കണ്ടിട്ട് വരും. രഹസ്യമായ ഞങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി വരുമ്പം ഞങ്ങൾ പോയെന്നറിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കും. ആ സമയത്തൊക്കെ എന്റെ പിതാവ് അടിക്കുന്നെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് ഒത്തിരി തലമുടി ഉണ്ടായിരുന്നു. അപ്പം മുടിയെ ചുറ്റി പിടിച്ച്, അത്ര പ്രായമൊന്നുമില്ല, പക്ഷെങ്കിൽ 7 പഠിക്കുന്നു, 12 വയസ്സായില്ല, അങ്ങനെ ഉപദ്രവിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം അമ്മച്ചിയും മൂത്ത ആങ്ങളെ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ പിടിക്കാനൊന്നും സാധാരണ അനുവദിക്കുന്നില്ല. ഞങ്ങളെ വീട്ടില് ഞങ്ങളുടെ നായയെ പൂട്ടിയിടുന്ന ആ തൊടലെടുത്ത് ഞങ്ങളെ രണ്ടുപേരും രാത്രി ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് അതിൽ ഇങ്ങനെ ഞങ്ങളെ കണക്ട് ചെയ്ത് ഇടും. ഒന്നാമത് മാനസിക രോഗം വന്ന ആള്, പിന്നെ മദ്യപിക്കും തോറും വിദ്വേഷവും പകയും ഒക്കെ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ടു. 8ാം ക്ലാസ്സിലായപ്പോഴത്തേന് എനിക്ക് നേരെ മൂത്ത സഹോദരൻ പറയാതെ വീട്ടിൽ നിന്ന് അങ്ങ് പോയി. എന്റെ അമ്മച്ചിയുടെ മൂത്ത സഹോദരി മുണ്ടക്കയത്ത് പുലിക്കുന്നിൽ താമസിക്കുന്നുണ്ടായിരുന്നു. വഴിയൊന്നും അറിയത്തില്ല. നെടുങ്കണ്ടം വരെ നടന്ന് അദ്ദേഹം രാജാക്കാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അന്ന് അമ്മച്ചിക്ക് ക്ഷയരോഗമായിട്ട് അമ്മച്ചിയുടെ വെള്ളിച്ചാച്ചന്റെ ചേട്ടന്റെ മക്കള്, അമ്മച്ചിയുടെ ചേച്ചി, അമ്മച്ചിയുടെ പിതാവിന്റെ സഹോദരങ്ങളൊക്കെ താമസിക്കുന്ന മുണ്ടക്കയം, കൂട്ടിക്കല് ഭാഗങ്ങളിലും കാഞ്ഞിരപ്പള്ളി. അപ്പൊ അങ്ങോട്ട് പോയി. അപ്പൊ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. അവര് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. വെള്ളിച്ചാച്ചന്റെ ചേട്ടന്റെ ആ സമയത്ത് എനിക്ക് നേരെ മൂത്തയാള് നെടുങ്കണ്ടം വരെ ഒരു ദിവസം നടന്നു രാവിലെ. അപ്പൊ 2 ദിവസമായിട്ട് വിഷമവും സങ്കടം കൊണ്ട് അമ്മ വീട്ടിൽ സ്കൂളിൽ പോകുന്നില്ല. ഞങ്ങൾ അമ്മച്ചി ഇച്ചാസിന്റെ അടുത്ത് ചെല്ലും, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അമ്മ വീട്ടിൽ വന്നാണ് കഴിയുന്നത്. അപ്പോഴത്തേന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇച്ചാസിന് ഇടയ്ക്കെല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങളെ വെള്ളം കോരാൻ, ആ സമയത്ത് ചൂടുകാലമാണ്, കിണറ്റിൽ നിന്ന് അല്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ, ഞങ്ങൾ സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെ അടിക്കുമായിരുന്നു. കടയിലൊക്കെ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇച്ചാസിന് അറിയാം എത്ര ടൈം എടുക്കും, പട്ടാളച്ചിട്ടേന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു. ഇന്ന് അതൊക്കെ ജീവിതത്തിൽ നന്മയായി പിന്നീടും. സ്തോത്രം. ബാല്യത്തിലെ നാം ശിക്ഷ അടിക്കുന്നത്, ആ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ നാം നമ്മുടെ കുട്ടികളെ ശിക്ഷിക്കുന്നത് ഒരുപക്ഷെ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും വേദനയൊക്കെ എങ്കിലും നാം അത് ശിക്ഷിക്കുന്നത് മുഖേന നമ്മളെ അവിടെ ക്രമപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നമ്മൾ എവിടെ ചെന്നാലും തെറ്റിപ്പോകാൻ ഒരു സാധ്യതയും ഉണ്ടാകാതെ മാതാപിതാക്കളെയും ദൈവത്തെയും ഭയപ്പെട്ട് ബാലനെ വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല എന്നുള്ള തിരുവചനം, അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി. തുടർന്ന് ഞങ്ങളുടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ എനിക്ക് അവിടെ അമ്മ വീട്ടിൽ മാച്ചന്മാരുടെ അടുക്കൽ, ചാസിന്റെ അടുക്കൽ ഇടയ്ക്ക് പോകും. എനിക്ക് നേരെ മൂത്ത സഹോദരൻ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട് മുണ്ടക്കയത്ത് പുലിക്കുന്നില്, അവിടെ താമസിച്ച് അങ്ങനെ അവിടെയും തന്റെ വിദ്യാഭ്യാസം കർത്താവ് ചെയ്തെടുക്കാൻ സഹായിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾ വളർന്നു. പിതാവ് ആ ഒരു സ്ഥിതിയിലെത്തി. എന്റെ ഏറ്റവും മൂത്ത സഹോദരൻ വളരെ ഉത്തരവാദിത്വമുള്ള ഒരാളായി തീർന്നു. അങ്ങനെ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ കോട്ടയത്തേക്ക് വരികയാണ്. എനിക്ക് നേരെ മൂത്തയാളും എനിക്കും കോളേജിൽ പഠിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. കോട്ടയത്ത് ആനിക്കാട് മുക്കാലിയില്, അവിടെ അതിനക്കരെ കോത്രയിൽ എന്റെ പിതാവിന്റെ ഭവനം, ഇക്കരെ ഞങ്ങൾ ഒരു അല്പ സ്ഥലം ഒരു വീടിനുള്ളത് വാങ്ങിച്ച് അവിടെ പാർത്തു. അപ്പൊ എന്റെ ഈ ഏറ്റവും മൂത്ത സഹോദരൻ ഒരു താല്പര്യമായിരുന്നു, പിതാവിനെയൊക്കെ അടുത്ത് താമസിക്കണം, ഇങ്ങനെയൊക്കെ പിതാവ് അനുഭവിച്ചതാണല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഇതിനിടയിൽ എന്റെ പിതാവ് പലപ്പോഴും സൂയിസൈഡിന് ഒരുങ്ങിയിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. അമ്മച്ചി എന്റെ പിതാവിനെ കയറ് കണ്ടിച്ച് വിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴേ മദ്യപിക്കുമ്പോൾ വേറൊരു സ്വഭാവമായി മാറുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്ത് വന്നു. എന്നാൽ ഇതിനിടയിൽ സ്തോത്രം, ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും വളരെ വേദനയുള്ളവാക്കുകയും മറുഭാഗത്ത് വളരെ സന്തോഷത്തോടെയും കൂടെയാണ് ഞാൻ ജീവിച്ചത്. കാരണം മദ്യപിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പിതാവിനെ വളരെ സ്നേഹത്തോടെ വിളിക്കുമായിരുന്നു. അമ്മച്ചിയെ ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരെ പോലെയായിരുന്നു. മദ്യപിച്ച് ഇല്ലെങ്കിൽ എൻ്റെ അപ്പാപ്പന്മാര് വന്നാലും ആര് വന്നാലും വളരെ വളരെ കൂട്ടുകാരെ പോലെയാണ് വളർന്നത്. പക്ഷെ മദ്യപിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകളെ മാറുമായിരുന്നു. കർത്താവിന് സ്തോത്രം.
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ഒരിക്കൽ ഭവനത്തില് എൻ്റെ അമ്മച്ചി മൂത്ത സഹോദരൻ അപ്പോഴത്തേനും വിവാഹം കഴിഞ്ഞു രാജാക്കാട് താമസിക്കുമ്പം അമ്മച്ചി അങ്ങോട്ട് പോയി എനിക്ക് നേരെ മൂത്ത സഹോദരനും അവിടെയോട്ട് പോയതായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം എൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് ഉറക്കമില്ല, വളരെ ഒരു അബ്നോർമൽ ആയിട്ട് സംസാരിക്കുന്ന എന്നോട് പറയും, മോനെ കൊച്ചെ അവിടെ ഇന്ന പൈസ കിട്ടാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ എപ്പോഴൊക്കെ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ചാച്ചൻ ഒരു ദിവസം ലൈറ്റ് ഓഫാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ കാണുമ്പോൾ എൻ്റെ പിതാവ്, എനിക്ക് തോന്നി പെട്ടെന്ന് എന്തോ സംഭവിക്കുകയാണെന്ന്. ഞാൻ ഓടിച്ചെന്ന് ലൈറ്റ് ഓഫാക്കി ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ തൂങ്ങി നിൽക്കുന്നതാ കാണുന്നത്. സ്തോത്രം. ഞാൻ ഉറക്കെ ഇച്ചാച്ചാന്ന് ഇങ്ങനെ ഉറക്കെ വെച്ചു. പക്ഷെ അടുത്തെല്ലാം വീടുകളുള്ളത് കൊണ്ട് അത് ഞാൻ ഭയപ്പെട്ടു. മറ്റുള്ളവർ കേൾക്കുകയല്ലേ. ഞാൻ ഉടനെ ഒരു കത്തിയെടുത്ത കയറ് കണ്ടിച്ചു. അപ്പോഴത്തേന് ആള് തളർന്നിരുന്നു. അദ്ദേഹം എൻ്റെ ദേഹത്തോട്ട് ചാഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു തുള്ളി ബ്ലഡ് എൻ്റെ ദേഹത്ത് എവിടുന്നാണ്. ഞാനെന്നാ പ്രാർത്ഥിച്ചു, കർത്താവെ, കാരണം ഇനി അത് കഴിഞ്ഞ് ബോധം വന്നു, വെള്ളമൊക്കെ തെളിച്ച് ബോധം വന്നു കഴിഞ്ഞപ്പം ചാച്ചൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. എൻ്റെ പിതാവിന്റെ വീട് ഞങ്ങൾ പാർക്കുന്നതിന് അക്കരെ കുറച്ച് ദൂരം പോകണം. പക്ഷെ പോകുന്നത് മുഴുവൻ റബ്ബർ തോട്ടം. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് എന്നെയാകുമല്ലോ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ ഭവനത്തിന് വീടിന്റെ മുൻപിൽ റോഡാ, കർത്താവെ, ഈ മുറ്റത്തുനിന്ന് എൻ്റെ പിതാവ് യേശുവിന്റെ നാമത്തിൽ വെളിയിലിറങ്ങരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അങ്ങനെ തന്നെ പട്ടും കിടന്നുറങ്ങി. അങ്ങനെ അത് അവിടെ ഞാൻ ഇനി വീണ്ടും എൻ്റെ വിദ്യാഭ്യാസ സമയത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രക്ഷ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചത്. അതേ എനിക്ക് പറയാൻ പറ്റും. കാരണം എൻ്റെ പിതാവിന്റെ വീട്ടുകാര് കാത്തലിക്സ് ആണ്. അവർക്ക് ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെ ഒരു കാര്യമേ പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മ വീട്ടിലുള്ള ബന്ധത്തിലാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സ്തോത്രം അമ്മച്ചിയുടെ ചാച്ചൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത്, ഞാനും അമ്മച്ചിയുടെ അനുജൻ, എനിക്ക് 1 വയസ്സിന് മൂത്തതാണ്, ഞങ്ങൾ പള്ളിയിൽ പോയി ഓടി വരും, വലിയ ചാച്ചൻ വരും. അങ്ങനെ ഞാൻ വന്ന് ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്ന് പോകാം, അവിടുത്തെ ആരാധനയൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ പോയതാ. അതിന് സ്തോത്രം. അത് ദൈവം ഒരു പദ്ധതിയായിരുന്നു, കർത്താവിന്റെ പദ്ധതിയായിരുന്നു എന്ന് പറയാൻ കാരണം, ഞങ്ങൾ അന്നൊരു അവിടെ ശനിയാഴ്ച ഉപവാസം നടക്കും. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നത്തെ പാസ്റ്റർ പിനിയറയിൽ നിന്ന് വരുന്ന വർഗീസ് പാസ്റ്റർ, അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. ഒരു ഇരുട്ടത്ത് ഞാൻ നിൽക്കുന്നു, പക്ഷേ അതിനകത്ത് കന്യാസ്ത്രീ, ഭയങ്കര വെളിച്ചം അവരിലേക്ക്. എന്നോട് ചോദിച്ചു, കൊച്ചെ എന്നതായത്? അപ്പൊ കാത്തലിക്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കാണുന്നത്. പിന്നീട് ഞാനത് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ പഠിക്കുന്ന കാലത്ത് വേറൊരു ദൈവദാസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവവേലയ്ക്കായി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ് പഠനത്തിൽ രക്ഷിക്കപ്പെട്ടു. കോളേജ് വിദ്യാഭ്യാസം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്കിൽ കോട്ടയത്ത് വന്നു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫൈനൽ എക്സാം കഴിഞ്ഞ് ഞാൻ പോന്നപ്പോൾ പൊൻകുന്നമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 19 മൈലിന്റെ അവിടെ വന്നപ്പോൾ ഞാൻ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ ഓർക്കുക, വൈകുന്നേരമായി, ഇനി ഞാൻ ലോകപരമായി പഠിക്കത്തില്ല. ഇങ്ങനെ ദൈവമായിട്ട് ആ ബസ്സിലിരുന്ന് പറഞ്ഞു. എൻ്റെ അറിവുകേടോ അറിവില്ലായ്മയോ ഒന്നും എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ വീട്ടിൽ വന്നു കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ എനിക്ക് പലരും എന്നോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുമായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് നേരത്തെ മുതൽ LLBക്ക് പഠിക്കണം, എനിക്കൊരു വക്കീലാകണം. എൻ്റെ സഹോദരങ്ങൾക്ക് താല്പര്യമാണ്. കാരണം ഞങ്ങൾ വളർന്നു വന്നേ, എനിക്ക് സഹോദരങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ബന്ധപ്പെട്ടവരായിരുന്നു. എനിക്ക് നേരെ മൂത്തയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മുണ്ടക്കയത്തായിരിക്കുമ്പോൾ ചുറ്റുപാട് ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അന്ന് അദ്ദേഹത്തിന് ചെറുപ്രായമാണ്, എന്നിട്ട് പോലും മുണ്ടക്കയത്ത് സ്റ്റേഷനിൽ ചെന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന
അങ്ങനെ ഒരു ലീഡർഷിപ്പ്, ഒരു ഒരു ധൈര്യമൊക്കെ കാട്ടി. മൂത്ത സഹോദരന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഇടപെട്ടു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും. ഞാനൊരിക്കലും എനിക്കൊരു അതായത് പെൺകുട്ടികളുമായിട്ട് അങ്ങനെ കൂട്ടോ എന്റെ എല്ലാ കാര്യം മൂത്ത സഹോദരനോടാ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലിരുന്ന് പറയുന്നത് ഓപ്പൺ ആയാണ്. ഒരിക്കലും എന്നെ ഒരു പെൺകുട്ടി എന്ന നിലകളിൽ വളർത്തിയിട്ടുമില്ല വീട്ടില്. സ്തോത്രം. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ വളർത്തി. ദൈവത്തിന്റെ കൃപയാല് എന്റെ പഠനം കഴിഞ്ഞ് ഞാന് ഇങ്ങനെ ഈ തീരുമാനമെടുത്തത് അതെന്റെ സഹോദരങ്ങൾക്കൊന്നും താല്പര്യപ്പെട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ അവിടെ മുക്കാലിയിൽ ഒരു വ്യക്തിക്ക് അസുഖം വന്നു. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എന്നെ അവിടെ തന്നെ ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ പഠിക്കാൻ പോകുമ്പോഴും ആ സഹോദരൻ സമയമാണ്. അങ്ങനെ ബസ്സിന് കയറാൻ പോകുമ്പോൾ കാണുന്ന ഇങ്ങനെ കേട്ടത് കൊണ്ട് ഞങ്ങൾ പോയതാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഹൈറേഞ്ചിൽ നിന്ന് രാജാക്കാട്ടിൽ നിന്ന് എന്നുകൊണ്ട് എന്റെ പിതാവിനെ അത്രയും പരിചയമില്ല. പിതാവിന്റെ അനുജനെയാണ് അത്രയും പരിചയമുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവദാസൻ, തലവടിയിൽ നിന്ന് വന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ ഈ സഹോദരന് പ്രാർത്ഥിക്കാനായി സമർപ്പിക്കാൻ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് സമർപ്പിച്ചിരുന്നപ്പോൾ ഞാനും എഴുന്നേറ്റ് സമർപ്പിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. പ്രിയമുള്ളവരെ, നാം ലോക സ്ഥാപനത്തിനു മുൻപേ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുണ്ടെങ്കിൽ നാം എവിടെ മറഞ്ഞിരുന്നാലും സ്വർഗം നമ്മെ കാണും. ഹല്ലേലൂയ. ആ ദൈവം എന്നെ അവിടെ വെച്ച്, ഒരു മനുഷ്യർക്കും എന്നെ അവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടതൊന്നും അറിയത്തില്ല. പിന്നീട് ഞാൻ ആ സമയങ്ങളിൽ സുവിശേഷ വേലയ്ക്കുള്ള ദൈവിക ആലോചനകൾ കേൾക്കുമ്പോൾ 2 കാര്യം ഞാൻ പറയുമായിരുന്നു. ഒന്ന്, എന്റെ അപ്പനൊരു മദ്യപാനി. 2, എനിക്ക് സൺഡേ മാത്രം ആരാധനയ്ക്ക് പോകാനുള്ള പെർമിഷനുള്ളൂ. അപ്പൊ എനിക്ക് ദൈവകാര്യവും വചനവും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അങ്ങനെ ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് എന്നോട് ദൈവാത്മാവ് എന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണ്, ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായടച്ചവൻ നിനക്ക് വേണ്ടി പിതാവിനെ കരുതുകയില്ലേ? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കും. ഈ 2 ക്വസ്റ്റ്യൻ കിട്ടി. സ്തോത്രം. അതിനു മുൻപ് ഒരു കാര്യമുണ്ടായി. ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ആ കാലത്ത് എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഭയങ്കര വേദനയുണ്ടായിട്ട് അന്ന് കാഞ്ഞിരപ്പള്ളി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ ഒക്കെ പോയി കണ്ട് അദ്ദേഹം മെഡിസിൻ തരുന്നു. മെഡിസിൻ കഴിക്കും തോറും എന്റെ മുഖത്തെ വേദന വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്റെ ചെറി കോടി. ഞാനൊന്ന് വായിൽ വെള്ളം ഒഴിച്ചു തൂക്കുകയാണ്. വൺ സൈഡിൽ വെള്ളം സ്പ്ലിറ്റ് ആയി പോവും, അടുത്ത സൈഡിൽ ഇങ്ങനെ ഒഴുകിപ്പോവും. വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വായ പൊത്തി സംസാരിക്കുമായി. കർത്താവിന് സ്തോത്രം. എന്നാൽ അന്ന് ഈ ദൈവവചനം കേട്ട് ഞാൻ എന്റെ വീട്ടിൽ ആരോട് ഞാനൊരു പെർമിഷൻ ചോദിച്ചില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇത്രയും പറഞ്ഞു, ഈ ലോകത്തിൽ എത്ര വലിയ ജോലി കിട്ടിയാലും ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് എന്റെ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പോവുകയാണെന്ന് ഇങ്ങനെ സമർപ്പിക്കുകയും എന്റെ ഈ മുഖത്ത് നിന്ന് ഒരു ചുമടെടുത്ത് മാറ്റുന്നത് പോലെ എന്റെ തലയിലെ ഭാരം മാറി, എന്റെ ചെറിയുടെ കോട്ടം മാറി. സ്തോത്രം. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു. അത് എന്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി. കർത്താവിന് സ്തോത്രം. ഞാൻ ഡിഗ്രി ഫൈനൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ IPC മുക്കാലിയിൽ IPC സഭയിലാണ്. ആ സഭയിലെ ഞാൻ ഉപവാസ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഒരു വീട്ടിലാണ് നടക്കുന്നത്. ഞാൻ അവിടെ ചെന്ന പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് ഓർത്ത് അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട്, വത്സമ്മേ, പരീക്ഷ എഴുതാൻ എന്തിനാ പോകുന്നത്? ഞാൻ കാണുന്നത് വടക്കേണ്ടിയുടെ തെരുവിൽ നിന്ന് കർത്താവിന്റെ വചനം ഘോഷിക്കാമോ? ഞാൻ ഇച്ചിരി എനിക്ക് വളരെ കുട്ടികളെ പോലെ സംസാരിക്കും. ഞാൻ പാസ്റ്റർമാർക്കുള്ള ഒരു ആണ്. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഏതൊക്കെയാലും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേര് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നെ വിട്ടു. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ഒരു പദ്ധതിയാണ് നമ്മെ കുറിച്ചുള്ളത്. നാം അറിയാതിരിക്കുമ്പോൾ തന്നെ നമ്മെ വിളിച്ച് നമുക്ക് വേണ്ടി കരുതി വെച്ച ചില പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതിന് ദൈവം അതാത് സമയങ്ങളിൽ തന്റെ ഭൃത്യന്മാരെ അയച്ച് നമ്മളോട് ദൈവം അറിയിക്കുന്ന ആലോചനകളെ അറിയിക്കും. എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആ ബസ്സിൽ വെച്ച് തീരുമാനമെടുത്തത് ഒക്കെ എനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്ക് ബൈബിൾ കോളേജിൽ പോകാൻ പൈസ ഇല്ല. എനിക്ക് സഹോദരങ്ങളോട് ചോദിക്കാനും വയ്യ. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം എന്റെ അക്കൗണ്ടിൽ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് പോകാനുള്ള മുഴുവൻ പൈസയുമുണ്ട്. ആരയച്ചു, എങ്ങനെ അയച്ചു? എന്റെ ദൈവം അയച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഞാൻ പായ്പാടി
എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഫീസ് കൊടുക്കണം. പക്ഷെ എനിക്ക് ഫീസ് കൊടുക്കാൻ ഒരു പൈസയും ഇല്ല. പലപ്പോഴും രാത്രിയിലെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കും. എൻ്റെ ആവശ്യങ്ങൾ നടക്കണം, അസൈൻമെന്റുകൾ എഴുതണം, എല്ലാം നടക്കും. കർത്താവ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് 2 മാസത്തെ ഫീസ് കൊടുക്കണം. വളരെയധികം ബുദ്ധിമുട്ടി. എനിക്ക് ബർസാറിന്റെ അടുക്ക കടന്നു പോകാൻ ഭാരം. എനിക്ക് പ്രയാസമാണ്. അങ്ങനെ ഞാൻ മോർണിംഗിൽ എഴുന്നേറ്റ് ഞങ്ങളുടെ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സാലി ജോസഫ് എന്ന വയനാട്ടിൽ നിന്നുള്ള ഒരു സിസ്റ്റർ, അദ്ദേഹം വന്നിച്ച് എന്നോട് പറയുന്നു, വത്സമാമേ, ഇന്നലെ രാത്രിയിൽ ദൈവം എന്നെ ഉറക്കിയില്ല. വത്സമ്മയ്ക്ക് കൊണ്ട് ഈ ഫീസ് കൊടുക്കാനാ പറയുന്നേ. ഞാൻ ആ നിന്ന സ്ഥലത്തേക്ക് എനിക്ക് കൊണ്ടുവന്ന രൂപ തന്നു. സ്തോത്രം. നമ്മുടെ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകും. അവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, ഗുപ്തനിധികളാ കരുതി വെച്ചിരിക്കുന്ന കർത്താവിന് സ്തോത്രം. ഞാൻ ആ ഫീസ് കൊടുത്ത് സന്തോഷത്തോടെ വന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ കർത്താവ്, ഒരിക്കൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കുളിക്കാൻ എനിക്ക് സോപ്പില്ല. സഹോദരനോട് ചോദിച്ചാൽ തരും. എനിക്ക് നേരെ മൂത്തയാള് രാജസ്ഥാനിലാ, ഏറ്റവും മൂത്തയാള് അന്ന് ദൈവം അനുഗ്രഹിച്ച എല്ലാവരെയും സ്തോത്രം. പക്ഷേ ദൈവവേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കടന്നുപോയി. ആ കാലങ്ങളിൽ ഞാൻ ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഏഴംകുളം സാംകുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠനായ ദേവദാസന്റെ സഹോദരപുത്രി ഹണി എന്നെ വന്ന് ഞാൻ ബാത്റൂമിൽ കരഞ്ഞുകൊണ്ട് ഒന്ന് കുളിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന എന്റെ സഹോദരങ്ങളൊക്കെ ഒത്തിരി നന്നായിട്ട് കഴിയുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കുളിക്കുക. അപ്പോൾ വന്ന് ബാത്റൂമിന് മുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇറങ്ങാം. 105 ഗേൾസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നേ അവർക്കടുത്ത് അന്നേരം എന്നോട് പറഞ്ഞു, അല്ല വത്സമ്മ, ഇത് ഡോറൊന്ന് തുറന്നേ, ദൈവം എന്നോട് പറഞ്ഞു ഈ സോപ്പ് കൊണ്ട് കൊടുക്കാനെന്ന്. അങ്ങനെ എനിക്ക് അത് കൊണ്ട് തന്നു. ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ചോദിച്ചു, ദൈവം പറഞ്ഞോ? എൻ്റെ പേര് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, സ്തോത്രം. പിന്നീട് കർത്താവിന്റെ വേലയ്ക്ക് എന്നെ 15 വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങളിങ്ങനെ ചർച്ചിൽ 21 ദിവസവും അവിടെ ഉപവാസം നടക്കുന്നു. ഞാനും എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി ഞങ്ങൾ ആ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയി. വൈകുന്നേരം കാത്തിരിപ്പ് യോഗമുണ്ട്. ഇന്ന് കാത്തിരിപ്പ് യോഗം അത്രയില്ല, അന്ന് അഭിഷേകം പ്രാപിക്കാത്തവർക്ക് കാത്തിരിപ്പ് യോഗമുണ്ട്. അപ്പൊ ഞങ്ങളും പോയി അഭിഷേകം പ്രാപിക്കാനായിട്ട് കാത്തിരിപ്പിന് വേണ്ടിയിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു ദർശനം കാണുകയാണ്. ആ മേശപ്പുറത്ത് 9 താലന്തുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിന്റെ നടുക്ക് ഒരു താലന്ത് വെച്ചിട്ട് പറയുക, ഇത് വത്സമ്മയ്ക്കുള്ളതാണ്. കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വൈകിയ സമയത്ത് അഭിഷേകം പ്രാപിച്ചു. ഈ ബാക്കിയുള്ള ഞങ്ങൾ 11 കുട്ടികളായിരുന്നിരുന്നത്. ആ 11 പേരിനേക്കാൾ വ്യത്യസ്തമായി പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷ വ്യത്യസ്തമായി ദർശനങ്ങൾ, വെളിപ്പാടുകൾ ദൈവം നൽകി തന്നു. വിടുതലിലെ ശുശ്രൂഷകൾ കർത്താവ് ആ ചെറുപ്രായത്തിലെ ദൈവം എന്നെ ഭരമേൽപ്പിച്ചു. അന്നൊന്നും അറിവില്ല എപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്ന്. എങ്കിലും കർത്താവ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒക്കെ വിശ്വസിക്കുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യുവാൻ കഴിവില്ലെങ്കിലും നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലത്തെ സ്വർഗം കണ്ടിട്ടാണ് ഒന്ന് ഏൽപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. പിന്നീടുള്ള എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളിൽ, എൻ്റെ യാത്രകളിൽ, പോക്കുവരവുകളിലെല്ലാം കർത്താവ് എന്നെ, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നെ ഒരു കവറിങ് ചെയ്ത് പൊതിഞ്ഞിരുന്നു. സ്തോത്രം. എവിടെ പോയിരുന്നാലും ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ഡിഗ്രി കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാം പോകാറുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മോൻ അന്ന് പാസ്റ്ററാണ്, KJ ജെയിംസ്. അന്ന് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു, വിശ്രമിക്കുന്നു. സ്തോത്രം. എന്നാൽ അദ്ദേഹത്തിന് കൂടെ പോവുകയും വീട്ടിൽ നിന്ന് വരികയും ഒക്കെ ചെയ്യുമ്പോഴും, എന്നാൽ ഈ കാലങ്ങളിലെല്ലാം വീട്ടിൽ വലിയ പ്രതിസന്ധികളാണ്. വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ പിതാവ് ഭയങ്കരമായിട്ട് അമ്മച്ചി ഉപദ്രവിച്ചു. സഹോദരങ്ങളൊന്നും ആരും വീട്ടിലില്ല. കർത്താവ് ഞങ്ങളെ ആ സമയത്ത് കരുതിയ വിധങ്ങളല്ലാതെ ഒന്നുമില്ല. അമ്മച്ചി ചില സമയത്ത് ബൈബിൾ കോളേജിൽ ഓടി വന്നിട്ടുണ്ട്, മറ്റ് എവിടെയെങ്കിലും കിടന്നിട്ട്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവ് ശാന്തനാകും. അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ കാലം കഴിഞ്ഞു. പിന്നീട് എൻ്റെ സുവിശേഷ വേലയ്ക്ക്, സ്തോത്രം, വടക്കേണ്ടി പോരാനൊരു കാരണം, എനിക്ക് വീട്ടിൽ ആയിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് പോകാനും പലരും എന്നെ ടീമിലേക്ക്, ലീഡർഷിപ്പിലൊക്കെ വിളിച്ചു. കർത്താവിന്റെ നാമത്തിന് ആ കാലങ്ങളിലൊക്കെ എന്നെ വളരെയധികം വളർത്തിയിരുന്നു. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്
സമയത്ത് എന്റെ പാസ്റ്റർ എന്നെ ഒരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് കണ്ടില്ല. അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഹൈറേഞ്ചില് ചെറിയൊരു കുന്നിന്റെ മുകളിലാ ഈ ചർച്ച് ഇരിക്കുന്നത്. ചെറുതാ, വലിയ കുന്നല്ല. പക്ഷേ അവിടെ വൈകുന്നേരം വന്ന് ഈ കാത്തിരിപ്പ് യോഗത്തിന് മുൻപ് ഞാൻ ചെല്ലുമ്പോ പാസ്റ്റർ എനിക്ക് വചനം പറഞ്ഞു തരും. ഞാൻ ഉറക്കെ വിളിച്ചു പറയും. സ്തോത്രം. അന്ന് മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, അങ്ങനെ പറയിക്കുമായിരുന്നു, അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുമായിരുന്നു. ഞാൻ ചർച്ചിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, എനിക്ക് പറഞ്ഞു തരും. പക്ഷെ ഞാൻ അവധിക്ക് ചെല്ലുമ്പോഴും ഞാൻ എന്നുള്ള വലിയ പരിഗണന വെച്ച് എനിക്ക് ദൈവവചനം പറയാൻ എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് തരുന്ന പറയും. എൻ്റെ ഈ അമ്മച്ചിയുടെ സഹോദരി പുത്രൻ, എൻ്റെ കസിൻ കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ തിരുവല്ലയിൽ ചെല്ലുമ്പോൾ, കൺവെൻഷന് പോകുമ്പോൾ, എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്താണെങ്കിൽ കുഞ്ഞാടിന്റെ ഓൺ സിസ്റ്റർ അന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കുക, പക്ഷെ ഞാനന്ന് കോളേജിൽ പഠിക്കുക. ഞാൻ ചെല്ലുമ്പോഴും ആ മീറ്റിംഗിൽ പറയും, എൻ്റെ ഒരു സഹോദരി വന്നിട്ടുണ്ട്, 10 മിനിറ്റ് സംസാരിക്കുന്നു. വീട്ടിൽ നിന്ന് പറയത്തില്ല, പക്ഷേ കർത്താവ് എന്നെ അവിടെ എല്ലാം പണിതെടുത്തു. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് എന്തും വില കൊടുക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ അപ്പനെ പ്രസാദിപ്പിക്കണമെന്ന് എനിക്ക് ചിന്തയുള്ളായിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ എൻ്റെ പഠനം കഴിഞ്ഞു, ബൈബിൾ കോളേജ് കഴിഞ്ഞു. ഞാൻ രാജസ്ഥാനില് ഇപ്പൊ എൻ്റെ സഹോദരനൊരു വിവാഹം ആലോചിച്ചു. ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പോയത്. പക്ഷേ ദൈവത്തിന് അറിയാം. കാരണം എനിക്ക് ഈ അമ്മച്ചി ചാച്ചന്റെ സ്ഥിതി, എൻ്റെ മാതാപിതാക്കള് പിതാവ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് എനിക്ക് വീട് വിട്ടു പോകാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സൊരിക്കലും അനുവദിക്കുകയില്ല, കേരളത്തിൽ തന്നെ ചെയ്യാം എന്നുള്ള ചിന്തയിലായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇതിനു മുൻപ് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 3 സഹോദരിമാർ ഒരിക്കലിരുന്ന് ദൈവവചനം ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ അറിയിക്കുക. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ സെൻഡ് യു ദോസ് ഹു പീപ്പിൾ സ്പീക്ക്. എന്നിട്ട് ആ ലാംഗ്വേജ് ദാറ്റ് ഗിവൺ ടു മീ, എനിക്ക് ദൈവം ആ ട്രൈബൽ ലാംഗ്വേജ് തന്നിട്ട് പറഞ്ഞു, ഈ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിന്നെ അയക്കുമെന്ന്. അപ്പം നമ്മുടെ ലോകം എന്ന് പറയുന്ന കേരളം, അതിനപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത് കൊണ്ട് അങ്ങനെ പോയി ജയ്പൂരി എന്ന്. ജയ്പൂരി എന്നിട്ട് അത് നടന്നൊന്നുമില്ല, പക്ഷേ കണ്ടൊന്നുമില്ല. അവര് സഹോദരങ്ങൾ ആലോചിച്ച ദൈവം എനിക്ക് അതിനൊരു ഒരുക്കിയത് മാത്രമായിരുന്നു. കർത്താവ് എന്നെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുവാൻ. അങ്ങനെ അവിടെ ചെന്നു. ഉദയപൂര് ഡോക്ടർ തോമസ് മാത്യൂസ്, അദ്ദേഹത്തിന്റെ ഫിലദൽഫിയ ബൈബിൾ കോളേജില് ഇപ്പോൾ എൻ്റെ സഹോദരൻ കർത്താവിന്റെ വേലയ്ക്ക് എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടു. അങ്ങനെ അവിടെ കർത്താവിന്റെ വേലയിൽ വടക്കേ ഇന്ത്യയിൽ സ്റ്റാർട്ട് ആകുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ കർത്താവിന്റെ വേല അവിടെ ചെയ്തു. അങ്ങനെ ദൈവം എന്നെ അയക്കുന്ന ഇടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവിടുത്തെ മേരി ആന്റി എന്നോട് പറഞ്ഞു, ഗുജറാത്തും മധ്യപ്രദേശിന്റെയും കൂടെ ഒരു ബോർഡർ, അവിടെ പോയി കലിഞ്ചിറയിന്ന് ഒരു 10-30 കിലോമീറ്ററും കൂടെ അവിടെ ചെന്നൊരു പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരുടെ അവരുടെ സെമിനാർ ഉണ്ട്. അതിൽ അന്ന് ഹിന്ദി അറിയത്തില്ല, ഞാൻ വടക്കേന്ത്യയിൽ ചെന്നതേ ഉള്ളൂ. സ്തോത്രം. അന്നൊരു ത്രിഭാഷി മുഖാന്തരമാണ് ഞാൻ ആദ്യമായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന മലയാളത്തിൽ ബാൻസ്വാഡയിലുള്ള ഗ്രേസ് എന്ന് പറഞ്ഞ സിസ്റ്റർ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുത്തെ പാസ്റ്റർ അവരുടെ ട്രൈബൽ ലാംഗ്വേജിലേക്ക് വചനം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, അപ്പോൾ ദൈവാത്മാവ് ഒരു ഇടിമുഴക്കം പോലെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, അന്ന് ദൈവം എന്നോട് സംസാരിച്ച് പൂർത്തിയായിരുന്നു. ഞാൻ മറന്നുപോയിരുന്നു. ആ ട്രൈബൽ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ സ്വർഗം എന്നെ എത്തിച്ചു. കർത്താവിന് സ്തോത്രം. ഇതിനൊന്നും എനിക്ക് പറയാൻ എൻ്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ഒരു യോഗ്യതയില്ല. എനിക്ക് ദൈവവചനം, ഞാൻ എപ്പോഴും ദൈവവചനം എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത്, കർത്താവേ എനിക്കിതെടുക്കാൻ യോഗ്യതയില്ല ഒരു തരത്തിലും. സ്തോത്രം. ദൈവത്തിന്റെ ദയ, കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്നത്. സ്തോത്രം. ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ആയിരുന്നു, കർത്താവിന്റെ വേല ചെയ്തു. ഏകദേശം 11 സ്റ്റേറ്റുകളിൽ ഈ കർത്താവിന്റെ വചനവുമായി കടന്നു പോകുവാൻ എനിക്ക് കൃപ ചെയ്തു. പല സ്ഥലങ്ങളിലും എനിക്ക് ഭയമൊന്നുമില്ല, ഒരു അഡ്രസ്സ് കിട്ടുന്നു, ലാംഗ്വേജ് അറിയത്തില്ല. പക്ഷെ ഞാൻ ഗുജറാത്തിൽ വന്ന് സൂററ്റില് 1 മാസം കർത്താവിന്റെ വേല ചെയ്യാൻ വന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ 95 വന്നപ്പോ എനിക്ക് ഹിന്ദി അറിയത്തില്ല. പക്ഷെ അന്ന് സോൺഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മിഷണറിമാരുണ്ട്, പാസ്റ്റർ ആന്റി ഉണ്ട്, പാസ്റ്ററുകളുണ്ട്, ഒരു ടീമുണ്ട്. അവിടെ എന്നെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മിഷണറിമാരെ എത്തിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഗ്രൂപ്പായി തിരിഞ്ഞുപോയി. എനിക്ക് ഹിന്ദി അറിയത്തില്ല,
എന്താ പറയുന്നത്, നമ്മുടെ തെറ്റും ശരിയൊന്നും അറിയത്തില്ലാത്ത വിധത്തില് ഹിന്ദി പറയുന്നില്ല, ടൂട്ട ഫൂട്ട ഹിന്ദി മേ ബോൾത്തിയും ഇത്രയും ജാൻത്തിയും. എനിക്ക് ഈ ചെറിയ ചെറിയ വാക്കുകൾ പറയാനല്ലാതെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അവിടെ വിട്ടിട്ട് പോയി. പക്ഷെ കൺവെൻഷൻ നിൽക്കുമ്പോൾ പറ്റത്തില്ലല്ലോ. ഞാൻ ആ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് പറഞ്ഞു, എനിക്ക് ഹിന്ദിയിലാണ് പറയുന്നത്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, എല്ലാ എഞ്ചിനീയർമാരും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അന്നേരെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അന്നേരെ തിരുത്തി, ദൈവവചനത്തിന് കൂട്ടും കുറയ്ക്കുവാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ആ ട്രാൻസ്ലേഷൻ മുഴുവൻ കർത്താവ് ചെയ്തു, ഞാനല്ല, എന്നെ ഒരു ഉപകരണമാക്കി ദൈവം ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി. എന്നോട് ചോദിച്ചു, എങ്ങനെ ഹിന്ദി പറഞ്ഞേ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. കാരണം അന്ന് മിഷണറിമാരുമായി നടന്നു പോകുമ്പോൾ ദൈവം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ഓൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ഞാൻ സകല ഭാഷയുടെ സൃഷ്ടിതാവെന്ന് ഇങ്ങനെ ഒരു വചനമാണ് എന്നോട് ഉള്ളിൽ പറഞ്ഞത്. അത് ദൈവം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. തുടർന്ന് കർത്താവിന്റെ വേലയിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിൽ വിളിച്ചു. വിവാഹത്തിനുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. 98 ഡിസംബർ മാസം 28-ാം തീയതി ഞങ്ങളുടെ വിവാഹം പാസ്റ്ററും കർത്താവിന്റെ വേലയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും വടക്കേണ്ടിയിലും ബീഹാറിലും ഒക്കെ വളരെ കർത്താവിന്റെ വേല ചെയ്ത് വളരെ അനുഭവത്തോടെ ചെയ്ത് ഒരു വ്യക്തിയെ വിവാഹത്തിന് ദൈവം നൽകി തന്നത്. കർത്താവിന് സ്തോത്രം. താൻ മാത്രമല്ല, എനിക്ക് നല്ലൊരു വിശ്വാസ ഭവനമാണ് കർത്താവ് തന്നത്. ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ പിതാവ് നടന്ന് മുറ്റത്ത് വരുമ്പോൾ അനക്കം കേൾക്കുമ്പോൾ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു വന്നപ്പോൾ വളരെ വളരെ മാരകമായ എൻ്റെ സഹോദരനെ ഉപദ്രവിച്ചു. കൊല്ലേണ്ട സ്ഥാനത്ത് നിന്ന് അവിടുന്ന് രക്ഷിക്കുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ദൈവം ഭവനം നൽകി തന്നു. ഇവിടുത്തെ പിതാവും പൈനാവിലെ മാതാപിതാക്കൾ കർത്താവിന്റെ വേലയിൽ വളരെ അഹോരാത്രം അധ്വാനിക്കുന്നു. സഹോദരങ്ങൾ ഇവർ 5 പേരാണ്. 4 പേരും കർത്താവിന്റെ വേലയിൽ വളരെ സന്തോഷമായി. കർത്താവിന് സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു വടക്കേണ്ടിയിലേക്ക് പോയി. അപ്പോഴത്തേക്ക് സഹോദരങ്ങള് ഇവരുടെ പഠനവും ഒക്കെ കഴിഞ്ഞ് ഇവര് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലും ആയിരുന്നിട്ട് രാജസ്ഥാനിൽ ധോൽപൂർ ഡിസ്ട്രിക്റ്റിൽ ബാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ കർത്താവിന്റെ വേലയിൽ ഒരു സ്കൂളും ആരംഭിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ഞങ്ങൾ 1 വർഷം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നു. തുടർന്ന് ഞങ്ങൾ UP ആഗ്രയിലേക്ക് പോയി. അവിടെ സ്കൂൾ ഓപ്പണായി. കുഞ്ഞുങ്ങളെയൊക്കെ വാക്യങ്ങൾ പഠിപ്പിക്കും, കാര്യങ്ങളെല്ലാം ചെയ്തു. വളരെ നല്ലൊരു കുട്ടികളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം എങ്ങനെയാണെങ്കിലും കുറഞ്ഞൊരു 35-40 വാക്യമെങ്കിലും കാണാതറിയാം, നേഴ്സറി മുതൽ. ഞാൻ ടീച്ചേഴ്സ് ഡേയിൽ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വാക്യമാണ്. എല്ലാ ക്ലാസ്സിലും ചെന്ന് ഞാൻ ഒരു വാക്യം എഴുതും. കുട്ടികൾ എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഞാൻ ഈ വാക്യം പഠിപ്പിക്കും. ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചത് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ആ വാക്യം കുട്ടികളെ പഠിപ്പിച്ചു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. സ്തോത്രം. ഞങ്ങളത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നാം ദൈവവചനം ഉള്ളിൽ കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്. വളരെ പഠിക്കാൻ മടിയുള്ളവരും അലസരായ കുഞ്ഞുങ്ങൾ പോലും വാക്യം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ നില മാറുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെയായിരുന്നു. എൻ്റെ മൂത്ത മകനെ അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. അവിടെ ആയിരിക്കുന്ന സന്ദർഭത്തില് സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്യാനായിട്ട് സമയമെടുത്തു. ജൂൺ 2000 ജൂൺ മാസത്തില് പകുതിയോട് എൻ്റെ ഡെലിവറി നടക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് കർത്താവിനോടൊരു വാക്ക് പറഞ്ഞു, കർത്താവേ, ഞാൻ നാട്ടിൽ പോകുന്നില്ല. എൻ്റെ അമ്മച്ചിയും എൻ്റെ ഇളയ അമ്മാച്ചൻ്റെ മോൻ ജിജിമോൻ തോമസ് രാജാക്കാടിൽ നിന്ന് അവർ 2 പേരും കൂടെ അവിടെ വന്നു. അങ്ങനെ വന്ന് എന്നെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ വന്നു. കാരണം സ്കൂൾ തുറന്നാൽ പാസ്റ്റർ തനിയെയാകും. അതുകൊണ്ട് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. എനിക്ക് ഹോസ്പിറ്റലൊക്കെ പേടിയാണ്. എൻ്റെ സഹോദരങ്ങളൊക്കെ നേരത്തെ അവർ മാരീഡായി, അവരൊക്കെ ദൂരെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളിൽ ഞാൻ സംബന്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കർത്താവ് എനിക്ക് നോർമൽ തരണം.
ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം ചെയ്ത്, ഞങ്ങൾ ആദ്യം സ്കൂള് ആയിരുന്നേ അവിടെ ബിൽഡിംഗ് ചേഞ്ച് ചെയ്യണം. ഞങ്ങളൊരു സ്കൂൾ അത് വാങ്ങിച്ചതായിരുന്നു. അവിടുന്ന് സ്കൂൾ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ബിൽഡിംഗ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ ഡെലിവറി നടക്കരുതെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജൂൺ മാസം 15 കൂടെ എൻ്റെ ഡെലിവറി നടക്കേണ്ടതാണ്. ഞാൻ ടൗണിൽ കൂടെ ഒക്കെ പോയ ആൾക്കാർ ഭയപ്പെടും. ആൾക്കാർ പറയുന്ന മേഡത്തിന് 2 കുഞ്ഞുങ്ങളാണ്, എനിക്കിരിക്കാൻ മേല, പക്ഷെ ഞാൻ മുട്ടയെ കുത്തിയെന്ന് വരുന്നവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കും. പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒന്നും കർത്താവ് ഒരു തടസ്സവും വരുത്തിയിട്ടില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ഡെലിവറി നടന്നില്ല. ജൂലൈ മാസമായി, 11-ാം തീയതിയായി, സ്കൂളിന് ബിൽഡിംഗ് കിട്ടി. ജൂലൈ 1-ാം തീയതി അവിടെ സ്കൂള് തുറക്കും. സ്കൂള് തുറന്നു, കുട്ടികളെല്ലാം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 11-ാം തീയതി ഞാൻ ടൈം ടേബിൾ എഴുതി ടീച്ചേഴ്സിനുള്ള. അപ്പൊ എനിക്ക് ഇരിക്കാം, എഴുന്നേറ്റ് നിന്നൊക്കെ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഉച്ചയാകുമ്പോൾ ക്ലാസ് തീരുമല്ലോ, ക്ലാസ് തീർന്നിട്ട് ഞാൻ പോയി ഒറ്റയ്ക്ക് മാറി പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാം ശരിയായി, ഇനി എനിക്കൊരു വിടുതല ദൈവം തരണം. ഞാനിങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോൾ ഞങ്ങളൊന്ന് 2 പേരും കൂടെ നടക്കാൻ പോകാം, സിറ്റിയിൽ തന്നെ താമസം, നടക്കാൻ ഇറങ്ങി. ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ, അവർക്ക് വിശ്വസിക്കാൻ മേല, 9 മാസം 9 നാഴികയും 9 വിനാഴികയും കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം അവസരം കൊടുക്കും. പക്ഷെ അതൊക്കെ എൻ്റെ ജൂൺ 15 കൂടെ തീർന്നു പോയതാ. എന്തോ സംഭവം എന്നറിയത്തില്ല. അവര് പറഞ്ഞു, എത്രയും പെട്ടെന്ന് മേഡത്തെ കൊണ്ടുപോയി സ്കാൻ ചെയ്യുക, സോണോഗ്രാഫി, ഇങ്ങനെ അവർ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. 2 നേഴ്സുമാര്, ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തു, പല തവണ ചെയ്തു. വീട്ടിൽ വന്ന് നേഴ്സുമാര് ചെയ്തു, മലയാളികള്. അപ്പോഴൊന്നും ഒരു സിംറ്റം ഇല്ല. രാത്രിയായി, ഒരു 8:30 ആയപ്പോൾ, സ്തോത്രം, ഒരു പ്രയാസം തോന്നി. പക്ഷെ ഞാൻ അപ്പോഴും ഞങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. ഞാൻ, കർത്താവേ, നാളെ സ്കൂള് തുറക്കും, പാസ്റ്റർ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാ സ്കൂൾ നോക്കാൻ ആരുമില്ല. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഇന്നുവരെയും ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തില് ഞാൻ 10 മാസവും കഴിഞ്ഞു. ദൈവം എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാതെ ഉദരത്തിൽ സൂക്ഷിച്ചു. സ്തോത്രം. അത്രയും നാള് ഞങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് ഒരു തടസ്സവുമില്ലാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുവാനോ അഡ്മിഷൻ എടുക്കാനോ ഒന്നിനും ഒരു പ്രയാസമില്ലാതെ സ്വർഗം ജീവനോടെ. നമുക്കറിയാം, ഇന്ന് ഡോക്ടർമാര് ഒരു ദിവസം കഴിഞ്ഞാൽ അന്നേരെ പറയും, ഒന്നെങ്കിൽ അവര് സ്തോത്രം, കുട്ടിയെ പുറത്തെടുക്കുവാനുള്ള വ്യവസ്ഥകൾ സയന്റിഫിക് ആയിട്ട് അവർ ചെയ്തെടുക്കും. പക്ഷെ എൻ്റെ അപ്പൻ എത്ര ശ്രേഷ്ഠ സയന്റിഫിസ്റ്റ്. അവൻ സയൻസ് മുഴുവനും എൻ്റെ അപ്പന്റെ കരത്തിൽ നിന്നല്ലേ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുൻപ് നമ്മളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, മുൻ നിയമനമുണ്ട്. സ്തോത്രം. ഓരോരുത്തർ എങ്ങനെ കടന്നു പോകണമെന്ന് അതൊക്കെ കർത്താവ് ചെയ്തു തന്നു. അപ്പോൾ രാത്രി ഒരു 2:30 കഴിഞ്ഞു. ഞങ്ങൾ ആയിരിക്കുന്ന റൂമിലേക്ക് ഞാൻ, പാസ്റ്റർ അവിടെ നിന്ന് ആന്റിയോട് പറഞ്ഞു, ഒരാൾ ഒരു ഹിന്ദുവും ഒരാള് ക്രിസ്ത്യനുമായിരുന്നു, ഓർത്തഡോക്സ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി, സാറിനെ അകത്തോട്ട് വിളിക്കും. അങ്ങനെ പാസ്റ്റർ അകത്ത് വന്നു, പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയമുള്ള, 4-5 ആയപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നു. സ്തോത്രം. ഒരു ഗുണവും ഇല്ലാതെ ദൈവം സൂക്ഷിച്ചു. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ചെവി ചായ്ക്കുന്ന ദൈവം. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ആ ഉത്തരം അരുളി തന്ന ദൈവത്തിന്റെ സ്നേഹം പിന്നെയും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. അങ്ങനെ സ്കൂളൊക്കെ അനുഗ്രഹമായി നടന്നു. ബാഹ്യമായ ചില ഇടപെടലുകളിൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 2-3 പേര് വളരെ ഞങ്ങൾക്ക് അവരുടെ എല്ലാ ഉത്സവങ്ങളിലും വന്ന് സ്കൂളിൽ നിന്ന് പൈസ മേടിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര അസഹനീയമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, 21 ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തുവാന്ന് അറിയത്തില്ല. ഞങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് ഉപവസിക്കുകയല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പ്രശ്നം അങ്ങ് കൂടിയപ്പോൾ ഒരു പേരന്റ് പറഞ്ഞു, സാറേ, നമുക്ക് സർക്കാർ സ്കൂളിൽ നിന്നാണ് വരുന്നേ, അവിടെയോട്ടൊന്ന് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് അവിടെയോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവര് തമ്മിൽ അടിയുണ്ടായി. പേരൻസ്, ഒരാൾ ക്ഷത്രിയനും നമ്മളോട് കൂടെ വന്നത് ബ്രാഹ്മണനുമായിരുന്നു, ശർമാജി കയറി
ടാക്കൂറിനെ അടിച്ചു. അത് സ്കൂളിലെ കുട്ടികളുടെ മുമ്പിൽ ആ വലിയ പ്രശ്നം ഉണ്ടായി. കാട്ടുതീ പോലെ പെട്ടെന്ന് ടൗണിൽ പരന്നു. എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് അപ്പോഴത്തേനും ഞങ്ങളുടെ സ്തോത്രം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, സാറൊക്കെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വാ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നോമിനൽ ഇന്ന് പേരറിയപ്പെടുന്ന ഭരണത്തിലുള്ള കേന്ദ്ര ഭരണത്തിലൊക്കെ ഉള്ള എല്ലാ നേതാക്കന്മാരും നമുക്ക് വേണ്ടി അവിടെ ഉണ്ട്. ആ സിഒ എന്ന് പറഞ്ഞ് ഞാനൊന്ന് എഴുതി വെക്കാം. അദ്ദേഹം എഴുതിച്ചു. അവിടുത്തെ സ്കൂളിലെ അവര് വന്ന് നമ്മുടെ സ്കൂളിൽ വഴക്കുണ്ടാക്കിയെന്ന്. 2008 മധുര ഡിസ്ട്രിക്റ്റിൽ UP തന്നെ അതിന് മധുര സിറ്റിയോട് അടുത്ത ഒരു സ്ഥലം പോയി ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയതാണ് പാസ്റ്റർ. അവിടെ കർത്താവിന്റെ വേല ആരംഭിക്കുവാനിടയായി. അവിടെ നിന്ന് നാം ആയിരിക്കുന്ന സ്കൂളിൽ 118 കിലോമീറ്റർ ദൂരമുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ 118 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പലപ്പോഴും സങ്കടം തോന്നും. അന്ന് എൻ്റെ ഇളയ മോള് ഫീഡിങ് ടൈമാണ്. ഇട്ടേച്ച് പോകുമ്പം ഒന്നും ഞങ്ങൾ നോക്കാറില്ല. കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. സ്തോത്രം. ഈ യാത്ര ചെയ്ത് ഞങ്ങൾ ചെന്നാലും ആന്റി, അവിടെ ഒരു ആന്റിയുടെ ക്വാർട്ടേഴ്സിലാണ് തുടങ്ങി. ചുറ്റുപാടുമുള്ള ഹിന്ദിക്കാരെ എല്ലാം വിളിക്കും. അതിനുശേഷം ഞാൻ ഓർക്കും, കർത്താവെ, ഈ ആന്റി ഇത്രയും ത്യാഗം അനുഭവിച്ചതല്ലേ, ആന്റിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. ആന്റിയുടെ ഭർത്താവിൽ നിന്ന് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. സ്തോത്രം. അവരുടെ കുടുംബജീവിതം തന്നെ വളരെ തകരാറിലായി, ഒരു ബന്ധവുമില്ലാതിരിക്കുന്നു, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയം. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവിടെ ആ കർത്താവിന്റെ വേല ചെയ്തു. വളരെയധികം ജനം യേശുവിനെ അറിയാൻ കർത്താവ് കൃപ ചെയ്തു. ആ ഹോസ്പിറ്റലിലെ MOIC യേശുവിനെ അറിഞ്ഞവർക്ക് മക്കളില്ലായിരുന്നു. ദൈവം പ്രാർത്ഥിച്ചൊരു തലമുറയെ കൊടുത്തു. ആ ദേശത്ത് അധികാരികളെ വിളിച്ച് അദ്ദേഹം ഒരു ചൈൽഡ് ഡെഡിക്കേഷൻ വരെ നടത്തി. സ്തോത്രം. വളരെ ദമ്പതികൾക്ക് തലമുറകളില്ലാത്തവർ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം ആ ദേശത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വേലയില് ഹല്ലേലൂയ ഓരോ ദിവസവും ഞങ്ങൾ മുന്നേറുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ കർത്താവ് നടത്തിയതല്ലാതെ, കരുതിയതല്ലാതെ, സ്തോത്രം, ഒന്നും പറയാനില്ല. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യമാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രത്യാശയുടെ. ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുന്നതും വെട്ടിക്കുട കവല അഗപ്പ ഗോസ്പൽ മിഷന്റെ ചർച്ചിൽ ഇരുന്നു കൊണ്ടാണ്. എനിക്ക് ഈ വടക്കേണ്ടിയിലൊന്നും ഇതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഈ ചർച്ച കിട്ടി ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈവനിങ്ങിൽ ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കാൻ ദൈവം അങ്ങനെ ഒരു സമയം നൽകിയത്. അങ്ങനെ എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നു. കാരണം ചർച്ച് അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ഒരിക്കൽ ശലോമോൻ യഹോവയുടെ ആലയം പണിതിട്ട് താൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, യഹോവയുടെ ആലയത്തിൽ യെരൂശലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കുമെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ, തന്റെ പുത്രനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വിലയായി തന്നു. നമ്മൾ ഒന്നും കൊടുത്തിട്ടല്ലല്ലോ. ആ കർത്താവിന്റെ പാദപീഠത്തിൽ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ജനവുമായി കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കൂടെ കടന്നു പോന്നപ്പോൾ കർത്താവാണ് ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൽ ശ്രേഷ്ഠനായ ഒരു ഭർത്താവിനെ കർത്താവ് എനിക്ക് തന്നു. എനിക്ക് എപ്പോഴും പ്രാർത്ഥന കൂട്ടങ്ങളുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആൾക്കാർ വിളിക്കും. പക്ഷെ എൻ്റെ വീട്ടുകാര്യത്തിലോ അല്ലെങ്കിൽ ജോലി അത് കിടക്കുന്നു, ഈ ആഹാരം ഉണ്ടാക്കണം, ഇങ്ങനെ ഒന്നും പറഞ്ഞ് ഒരിക്കലും എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളും ഞാൻ പ്രാർത്ഥിക്കാൻ പോയിരുന്നാൽ അവർ വിശന്നാൽ പോലും പറയത്തില്ല ഞാൻ എഴുന്നേറ്റ് വന്ന്, അല്ലെങ്കിൽ അവരുടെ പിതാവ് ആഹാരം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദൈവം ഒരു വ്യക്തിയെ എനിക്ക് തന്നു. സ്തോത്രം. ഇന്ന് പലരുടെയും ആത്മീയ ജീവിതത്തിൽ ലഭിക്കാത്ത മഹാഭാഗ്യമാണ് കർത്താവിന് ജീവിതത്തിൽ തന്നത്. എൻ്റെ ബാല്യത്തിൽ സമാധാനം ഞാൻ അനുഭവിച്ചില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. എൻ്റെ മക്കളാണെങ്കിലും സ്തോത്രം, അതെ, കർത്താവിന്റെ ദാസനും, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബം കർത്താവ് നൽകി.
തന്നു. ഞാൻ അതിനായി എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം കർത്താവിന് വേണ്ടി അല്പം ഹല്ലേലൂയ നാം നമ്മെ ഒന്ന് സമർപ്പിച്ചാൽ കർത്താവ് നമുക്ക് വളരെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. നാം മുൻപേ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ചാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ ചെറുപ്പത്തില് സ്തോത്രം, എനിക്ക് നേരെ മൂത്ത സഹോദരനും എൻ്റെ ഞങ്ങൾ മക്കളൊക്കെ അമ്മച്ചി ചാസനിൽ നിന്നും പ്രശ്നമുണ്ടായി ഞങ്ങളുടെ കുടുംബം തകർന്നു പോയ സ്ഥാനത്ത് പിതാവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരിക്കല് ഞങ്ങൾക്ക് വേണ്ടവണ്ണം വസ്ത്രമില്ല. സ്തോത്രം. ആ കാലങ്ങളില് ഞാനും എനിക്ക് നേരെ മൂത്ത സഹോദരൻ കൂടെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീട്ടിൽ പശു ഉള്ള വീടാണ്. അവര് പറഞ്ഞ് ഇച്ചിരി ചവറ് വെട്ടിക്കൊണ്ട് തരാവുന്നു. ഞങ്ങൾ ആ ചവറ് വെട്ടിക്കൊടുത്തപ്പോൾ അവര് ഞങ്ങൾക്ക് തന്നത് അവിടുത്തെ ചേട്ടൻ ഉടുത്തു പണിയുന്ന ഒരു തുകർത്ത് തന്നു. ഞങ്ങളത് സന്തോഷത്തോടെ സ്വീകരിച്ച് വീട്ടിൽ വന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ജീവിതത്തിന്റെ ചെറിയ ചെറിയ ഓർമ്മകൾ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മച്ചി അസുഖമായി പോയി കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സില്ല. ഞങ്ങളുടെ അടുത്തൊരു കാർപ്പൻറ്റർ ഫാമിലി ഉണ്ട്. അവിടുന്ന് എൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടുകൊണ്ട് വേണം പിന്നെ എനിക്ക് രാജാക്കാടിന് പോകണമെങ്കിൽ. എൻ്റെ ലക്ഷ്യം എൻ്റെ സഹോദരങ്ങൾ വിശ്വാസത്തിൽ വരിക എന്നുള്ളതായി. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ സ്തോത്രം സ്നാനപ്പെട്ടു 87-ല്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയാ സ്നാനപ്പെട്ടത്. സ്തോത്രം, രഹസ്യമായി അമ്മച്ചിയോട് മാത്രം പറഞ്ഞിട്ട്. അന്നും എൻ്റെ ഇച്ചാസൻ എൻ്റെ അമ്മച്ചി ഉപദ്രവിച്ച് എൻ്റെ അടുക്കൽ സ്നാനം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച നിൽക്കുമ്പോൾ എൻ്റെ അമ്മച്ചി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ചൊടി പൊട്ടി ബ്ലഡ് വന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇച്ചാസൻ ഗ്ലാസ് കൂട്ടി അമ്മച്ചിയെ ഇടിച്ചതാന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ സ്നാനം കഴിഞ്ഞപ്പോഴും അതിനു മുൻപും ജീവിതത്തിലെ വളരെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എല്ലാം കർത്താവ് എന്നെ നടത്തി നിർത്തി എന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ള ധൈര്യമായിട്ട്. സ്തോത്രം. എന്നാല് ഈ സഹോദരങ്ങൾ, എൻ്റെ പിതാവിനേക്കാൾ ഉപരി ഞാൻ ചിന്തിച്ചത് ഈ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഞാൻ ഇങ്ങനെയാ ചിന്തിച്ചത്. എൻ്റെ പിതാവിന് ഇത്രയൊക്കെ വയസ്സായി, പക്ഷെ എൻ്റെ സഹോദരങ്ങൾ ഒരു വിവാഹം കഴിച്ച് അവരുടെ കുടുംബം കൂടെ തകർന്നു പോകുമല്ലോ എന്നോർത്ത് ഞാൻ വളരെ പ്രാർത്ഥിച്ചു സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാൻ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ മൂത്ത സഹോദരൻ പറഞ്ഞു, അടുത്ത വർഷം തൊട്ടടുത്തുള്ള ഹിന്ദു ഫ്രണ്ട്സിന്റെ കൂടെ ശബരിമലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേരാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പന്റെ സന്നിധി ഇരുന്ന് കരഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ 87 ഓഗസ്റ്റ് 17 സ്നാനമേറ്റെങ്കിൽ 88 ഓഗസ്റ്റ് 17 എനിക്ക് നേരെ മൂത്ത സഹോദരൻ സ്നാനപ്പെട്ടു. IPC സഭയിലെ അംഗമായി. കർത്താവിന് സ്തോത്രം. ആ വർഷം തന്നെ എൻ്റെ മൂത്ത സഹോദരനും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇന്ന് എനിക്ക് നേരെ മൂത്ത സഹോദരൻ ജയ്പൂര് അവര് ദൈവവചനം പഠിച്ചു. ഭാഗികമായി കിട്ടുന്ന സമയമൊക്കെ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ താൻ ജോലിയും ചെയ്ത് വിവാഹം ചെയ്തിരിക്കുന്നത് തിരുവല്ല മഠത്തിൽ നിന്നാണ്, മനയിൽ നിന്ന്. തൻ്റെ അമ്മ വീട് തിരുവല്ല മഠമാണ്. ചേച്ചി പടിഞ്ഞാറെ ഈരയിൽ. അവരുടെ കുടുംബ ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം. അവിടെ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അങ്ങനെ സന്തോഷമായി അവർ ഇവിടെയായിരിക്കുന്നു. എനിക്ക് ഏറ്റവും മൂത്ത സഹോദരൻ TPM വിശ്വാസത്തിലാണ്, വളരെ സ്ട്രോങ് വിശ്വാസത്തിലും ആ ചർച്ചിന്റെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി കർത്താവിന്റെ വേല ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവ് ഞങ്ങളെ കർത്താവിന്റെ വേലയിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥയിൽ നിന്നെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരിക്കലും ഇന്നും കോട്ടയത്ത് ഞങ്ങളുടെ പിതാവിന്റെ ഷെയർ ഉണ്ട്. ഞങ്ങൾ സഹോദരങ്ങൾ പറയുന്നത് നമുക്കത് വേണ്ട. അമ്മച്ചിക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടെന്നു. ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ വേലയില് ഇവിടെ വെട്ടിക്കുഴ കവലയിലായിരിക്കും. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ വടക്കേണ്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് സെക്കൻഡ് കൊറോണ ടൈമിലാണ് വടക്കേണ്ടിയിൽ കർത്താവിന്റെ വേലയിൽ ഇവിടെ വന്ന തിരിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷയോടെ വന്നെങ്കിലും പിന്നീട് ഞങ്ങൾ ദൈവത്തിന്റെ ഹിതമായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിലായി.
പിന്നെ കർത്താവിന്റെ വേല എവിടെ ചെയ്യണമെന്ന് താല്പര്യമായി. സ്തോത്രം. പാസ്റ്റർ ഷാരൂരിലും പഠിച്ചതാണ്. അപ്പോൾ അവിടെ ചേർന്ന് ചെയ്യാം. ചർച്ചിലെ മെമ്പർഷിപ്പ് എടുത്തു. ചർച്ചിന്റെ ഒരു ചർച്ചും ലഭിച്ചു. പക്ഷെ കർത്താവ് ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ കൊണ്ടെടുത്ത് ഞങ്ങളെ അയക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് അഗപ്പെ ഫെലോഷിപ്പിന്റെ നിലമ്പൂർ കൺവെൻഷന് പോയി. ഞങ്ങൾ അവിടെ എല്ലാവരും വർക്കേഴ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിലമ്പൂർ റോഡെ നടന്നു പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് അവിടെ ചെന്ന ദൈവത്തിന്റെ ഒരു വലിയ ഇൻസ്പിരേഷൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കിട്ടി. ഞങ്ങൾ അത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ അവിടെ കയറി സാറിനോട് സംസാരിച്ചു. അങ്ങനെ അവിടെ കിട്ടി. പിന്നെ ചർച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായി കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെട്ടിപ്പുഴ കവലയിലെ ഈ ചർച്ച് 7 വർഷമായിട്ട് ഈ ചർച്ച് അടഞ്ഞു കിടക്കുക. ഇവിടെയുള്ള വിശ്വാസികളും പാസ്റ്ററും ഇവിടെ ഉണ്ടായ ലോക്കൽ ഒരു വിഷയം കാരണം ആ ഇഷ്യൂ മുഖേന അവർ കട്ടപ്പന വെള്ളയാംകുടിയില് പാസ്റ്റർ എടുത്ത വീട്ടിലേക്ക് അവിടെ അവരുടെ വർഷിപ്പ് ആരംഭിച്ചു. അവിടെ ആരാധന നടക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് കാട് പിടിച്ച് വനം പോലെ കിടക്കുക. ഓൺ റോഡിലാണ് ഈ ബിൽഡിങ്. അപ്പം ആര് വന്നാലും ആൾക്കാർ ആരും അടുത്തുള്ള വീട്ടുകാർ കാണാത്തോണ്ട് ഈ കാട് പിടിച്ച് കിടക്കും. ഇതിന്റെ മുറ്റത്തിരുന്ന് മദ്യപാനികൾ മദ്യപിക്കുകയും ഹോട്ടലുകൾ മാത്രമേ. ആരോ ഇത് കണ്ട് മടുത്തിട്ട് ആൾക്കാര് ഈ വണ്ടി ഇങ്ങനെ കയറ്റി ഇടുന്നത് വാഹനങ്ങൾ കയറാതിരിക്കാൻ അവർ കുപ്പിച്ചില് ഇട്ടു. ഞങ്ങൾ ആ കുപ്പിച്ചില് പിറക്കി തന്നെ 10 കിലോ അരിയുടെ ഉൾക്കൊള്ളുന്ന ഒരു ചാക്ക് നിറച്ചു. ബാക്കി പൊട്ടാത്ത കുപ്പികൾ വളരെയധികം. അങ്ങനെ ഞങ്ങള് ആ കാര്യങ്ങളൊക്കെ ചെയ്തു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ജൂൺ മാസം 2023 ജൂൺ 15 ഞങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് ഇടക്കാട്ടിൽ സാറ്, ഞങ്ങളുടെ മിഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ജോയ് പാറക്കൽ സാർ, അവരിവിടെ കടന്നു വന്നു. മറ്റുള്ള പ്രിയപ്പെട്ടവര് ഈ കട്ടപ്പനയിലുള്ള പല ദേവദാസന്മാരും ഇനാഗുറേറ്റ് ചെയ്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കർത്താവിന്റെ സ്തോത്രം. ആരുമില്ല. ഞങ്ങളിങ്ങനെ ആരാധിക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരിക്കലും അത് ഫീൽ ആയിട്ടില്ല. കാരണം ഞങ്ങൾ തന്നെയുള്ളോ. ഞങ്ങൾ രണ്ടുപേരും 10 പേർക്ക് തുല്യമായിരുന്നു ആരാധിക്കും. സ്തോത്രം. ആ ഒരു പ്രത്യാശയാ വടക്കേണ്ടിയിലല്ലേ കർത്താവ് അയച്ചെടുത്തെല്ലാം കർത്താവിന്റെ വേല ചെയ്യാൻ. ഗ്രാമമെന്നോ സിറ്റി എന്നോ വ്യത്യാസം എന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഉപയോഗിക്കുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഒരു ഭാരമായി തോന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരാധിച്ചു. 10:30 കഴിഞ്ഞു. ഞാനിങ്ങനെ യേശുപ്പനോട് ചോദിച്ചു, യേശുപ്പ, എവിടെയും കർത്താവ് ഒരു ശേഷിപ്പ് വെച്ചത്, ഒരു ശേഷിപ്പ് പോലും ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ഓർത്തു. കാരണം ദൈവവചനത്തിൽ പറയുന്നത് യഹൂദൻ ഒരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവർ, എന്നെ കേൾക്കുന്നവർ, കർത്താവിന്റെ വേല ചെയ്യുന്നവർ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ എവിടെ അയക്കുന്നു അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങള് ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വന്നു. 10:30 കഴിഞ്ഞപ്പോൾ ഒരു മാതാവ് ഇവിടെ വന്ന് ആരാധിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞത്, പ്രിയ സരോജ അമ്മ, താൻ കട്ടപ്പന പേഴുങ്കവലയിൽ താമസിക്കുന്നു. താൻ പറഞ്ഞത്, അന്ന് പാസ്റ്റർ തന്നെ കുട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നപ്പോൾ, പാസ്റ്റർ ഇവിടെ ആരാധന തുടങ്ങിയല്ലോ, ഞാൻ ഇവിടെ കൂടുവാന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയത്തില്ല. താൻ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു 2023 ഇവിടെ ആരാധന തുടങ്ങി. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ ആ അമ്മ വന്നു. ഞങ്ങളിങ്ങനെ പോയി വന്നു. വളരെ ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ടൈറ്റ്നസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ 2 പേരും പഠിക്കുന്നു. വളരെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും കർത്താവിന്റെ വേലയ്ക്ക് മുടക്കം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഏക ലക്ഷ്യം, സ്തോത്രം, കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും അല്ല, എങ്ങനെയെങ്കിലും പോയി കർത്താവിന്റെ വേല ചെയ്യും. അങ്ങനെ ഞങ്ങൾ വന്നു. ഇടയിൽ കർത്താവ് പലപ്പോഴും സൗഖ്യം തന്നു. എനിക്ക് അവിടുന്ന് വന്നു കഴിഞ്ഞ ഈ ഹൈറേഞ്ചിൽ കുന്നുമലയെ കയറി നടന്നു. വളരെ കാലിന് പ്രശ്നം. തലയൊന്ന് കുമ്പിട്ട് അരമണിക്കൂർ എന്തെങ്കിലും ഒരു നമ്മുടെ ഭവനത്തിലാണ് ജോലി ചെയ്താൽ പിന്നെ തലയ്ക്ക് സ്വെല്ലിംഗ് ആയി. അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ അവർക്ക് തുണി വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിവേദനയാൽ, എങ്കിലും ഞാൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കേട്ടുകൊണ്ട് ചെയ്തപ്പോൾ ഒരു ദൈവദാസൻ മെസ്സേജിൽ കൂടെ പ്രാർത്ഥിക്കുക. താൻ ദൈവവചനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ ക്ഷണത്തിൽ എന്റെ തലയുടെ വേദന വിട്ടുമാറി. പ്രിയമുള്ളവരെ, അത്ഭുത വിടുതൽ എന്ന് പറയാം.
കാരണം എന്റെ മുഖമെല്ലാം ഇങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ എന്തെങ്കിലും കുനിഞ്ഞ് ചെയ്താൽ മുഖം മുഴുവൻ നീര് വരും. തല പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് തല കഴുകാൻ പറ്റും, അത്ര സ്വെല്ലിംഗ് ആയി മുഖം ചുമന്നു വരും. അന്ന് സ്വർഗം എനിക്ക് സൗഖ്യം തന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എനിക്ക് വളരെ പ്രയാസങ്ങൾ. കർത്താവിന്റെ ദാസന് നടുവിന് വേദന, ഇതെല്ലാം കർത്താവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂടാതെ എനിക്ക് സ്തോത്രം രണ്ടാമത്തെ മോൾ ഉണ്ടാകുന്ന സമയം ഉണ്ടായി. അത് കഴിഞ്ഞ് ആദ്യമത്തെ മോൻ ഉണ്ടായപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തില്ല. 15-ാം പൊക്കം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇറങ്ങി. സ്തോത്രം. അതെന്റെ ശരീരത്തിന് താങ്ങാൻ വയ്യാത്ത പ്രയാസമായി. കാരണം കുട്ടികളെല്ലാം പറഞ്ഞു വെടി മേടം വരത്തില്ല, കുട്ടികളെ പേടിപ്പോയി. അപ്പോൾ ഞാൻ നിർബന്ധത്താൽ ഇറങ്ങേണ്ടതായിട്ട് വന്നു. സ്തോത്രം. അതെന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ വന്നു. രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടായി. പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല, ചലിക്കാൻ പറ്റത്തില്ല, നടുവിന് വേദനയാണ്, കാലെല്ലാം നീര് വയ്ക്കും. അങ്ങനെ ഇരുന്ന് കോട്ടയത്ത് സ്തോത്രം അന്നത്തെ ഓർത്തോയുടെ ഓൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ജോൺ, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു 2006 സ്തോത്രം. അതിനു മുൻപ് ഞാനൊന്ന് പറഞ്ഞിട്ട്, എന്റെ മോളുടെ ഡെലിവറിക്ക് ഞങ്ങള് വടക്കേണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. വരുന്നതിന് മുൻപ് തന്നെ എന്റെ പൊസിഷൻ താഴെയായി, 2-ാം നിലയിൽ കയറി പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നേരെ ഇരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞിന്റെ പൊസിഷൻ താഴെയാ. ഡോക്ടർ പറഞ്ഞു മിക്കവാറും ട്രെയിനിൽ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രെയിനിൽ പോരുക. എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റത്തില്ല, നിൽക്കുമായിരുന്നു, ശരീരം മുഴുവൻ നീര് കയറി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, വിശ്വപ്പ ചെല്ലുമ്പോഴേ ചാച്ചനും അമ്മച്ചിക്കും വരുത്തരുത്, 1 മാസം അവർക്കൊന്ന് ഫ്രീ ആകണം, ചെല്ലുമ്പോഴേ പേരൻസിനെ കഷ്ടപ്പെടുത്താനും എന്നെ ഇടയാക്കിയേക്കരുത് എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന് നമ്മുടെ ഒരു ചെറിയ വാക്ക് വരെ കർത്താവ് ശ്രദ്ധിക്കും പ്രിയമുള്ളവരെ. കാരണം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, വിവാഹം വന്നപ്പോൾ ഞാനിങ്ങനെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് എന്റെ സഹോദരങ്ങൾക്കോ പ്രിയമുള്ളവർക്കോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഇത് ആരുടെ മുമ്പിൽ കൈ നീട്ടരുത് എന്ന് പറഞ്ഞായിരുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വിവാഹം ഇവര് വടക്കേണ്ടിയിൽ നിന്ന് വന്നു. 10 ദിവസം കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവധിക്ക് വരും. ക്രിസ്മസിന്റെ ആ സമയത്ത് വിവാഹം നടന്നു. ഞങ്ങളുടെ ഇവിടെ വീട്ടിലൊരു പൈസായി. സ്തോത്രം. എല്ലാവരും പറഞ്ഞു ഫാദറിന്റെ സ്ഥലം വയ്ക്ക്, അമ്മച്ചിയുടെ സ്ഥലം വയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. മൂത്ത സഹോദരൻ ഹൈറേഞ്ചിലാ. ചേട്ടൻ പറഞ്ഞു മാർച്ച് ആകാതെ അവിടെ ഒന്നും ആകത്തില്ല, അപ്പൊ ഇവർക്ക് പെട്ടെന്ന് പോവുകയും വേണം. ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞായിരുന്നു, സ്തോത്രം, 98 ഡിസംബർ 31 മുമ്പ് എന്റെ വിവാഹം നടക്കണം. ഇതൊക്കെ ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞതാ, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്തോത്രം. 28-ാം തീയതി വിവാഹം തീരുമാനിച്ച് വീട്ടിൽ വരുന്ന വയസ്സായി. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് എല്ലാ കാര്യങ്ങളും നടത്തി, ഒരു അത്ഭുതം നടത്തി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ രാത്രിയില് സ്തോത്രം 12 മണിക്ക് എഴുന്നേറ്റ് ഖത്തർ ദോഹ, ആ കാലങ്ങളിൽ ഖത്തർ ദോഹയിൽ സുവിശേഷം ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവിടെ ബൈബിൾ കുറിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പറ്റത്തില്ല. ഞാൻ 12 മണിക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ നാമത്തില് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു ബേഡൻ കർത്താവ് എനിക്ക് തന്നു. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, ഞങ്ങൾ വിവാഹത്തിന് ഡ്രസ്സൊക്കെ എടുത്ത് സ്തോത്രം വീട്ടിൽ ചെന്നു. പക്ഷെ പൈസായി. അന്ന് പോയിട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വിളിക്കുക, കൊച്ചമ്മയും വത്സമ്മയും നാളെ കങ്ങഴയ്ക്ക് വരണമെന്ന്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ അതിന് മുമ്പ് ആരോ അമേരിക്കയിൽ നിന്ന് എനിക്ക് അല്പം പൈസ അയച്ചിട്ടുണ്ട്, അപ്പൊ അത് മാറി വരണം എന്ന് എന്റെ ഓർമ്മ അതിനകത്ത്. അതൊന്നും അല്ല. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കുമ്പനാട്ടിൽ പോകണം. സ്തോത്രം. പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, സ്തോത്രം, ദോഹയിൽ നിന്ന് ഞാൻ അറിയാത്ത ഒരു വ്യക്തി അന്ന് സ്തോത്രം ഇവർക്ക് ബാക്കി കൊടുക്കേണ്ട തുകയാണ് 20,000 രൂപ. ഒരു വ്യക്തി ഇന്ത്യൻ മണിയാക്കി മാവേലിക്കരയിൽ വന്നു. അത് ആ കുമ്പനാട്ട് മീറ്റിംഗ് സഹോദരിമാർ അവിടെ വത്സമയ്ക്ക് തരാൻ അവർ വരും. വത്സമ എനിക്ക് ഇന്ന് വരെയും അറിയത്തില്ല. ഈ ചാനലിൽ കൂടെ ഇന്ന് ആ വ്യക്തി ഉണ്ടെങ്കിൽ വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏത് വ്യക്തിയെന്നോ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീരെന്ന കർത്താവ് പറഞ്ഞത്. സ്തോത്രം. എന്റെ ചുമട് ലഘുവാന്ന് പറഞ്ഞ് മുഖം മൃദുവാക്കി നമ്മുടെ മേൽ വെച്ചപ്പോൾ നടത്താൻ ഒരുവൻ പിറകിലുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. ദൈവം സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. ക്രിസ്തുവേശുവിലുള്ള സകലർക്കും ആമേൻ
കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് നല്ലവനെന്ന് രുചിച്ചറിവി അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ നാം പിൻപറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയത് മുതൽ വലിയ കാര്യം വരെ ഒരിക്കലും ചോദിച്ചിട്ടില്ല, കർത്താവ് എനിക്ക് എല്ലാ സമയത്തും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ ചർച്ചിൽ കടന്നു വന്നു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. 9ാമത്തെ മാസമായി ഞങ്ങൾ വന്ന്, ഞാൻ അപ്പുറം ഇപ്പുറയും മാറിയിരിക്കും, പുരുഷന്മാരുടെ സീറ്റിലിരിക്കും, സഹോദരിമാരുടെ സീറ്റിലും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആരുമില്ല, സൺഡേയിൽ ആ അമ്മ വരും. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 9ാമത്തെ മാസമായപ്പോ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ, ഒരു സ്ത്രീ പ്രഗ്നൻസിയില് സ്റ്റേജില് 9 മാസവും ഈ പഴയ കണക്ക് 9 നാഴികയും നാഴിക കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു പറക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ 9 മാസമായി കർത്താവിന്റെ വേല ഇവിടെ ചെയ്യുന്നു, ഞങ്ങൾക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി ഒരു കുടുംബത്തെ തരണമെന്ന്. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് ആ മാസം തന്നെ ഒരു കുടുംബം. സ്തോത്രം. ഇന്ന് കൃപയാല് ഇന്ന് 1.5 വർഷമായി ആ 9 മാസം കഴിഞ്ഞ് ഈ കുറഞ്ഞ കാലയളവിനുള്ളില്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഞങ്ങൾക്ക് 6 കുടുംബങ്ങളെ കർത്താവ്. സ്തോത്രം. അതും വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ആത്മീയ തീഷ്ണതയുള്ള, വളരെ പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകി തന്നു. സ്തോത്രം. ദൈവം വളരെ കഷ്ടതയിലും കടഭാരവും ഞെരുക്കമുള്ളവരെങ്കിലും വളരെ ആത്മീയമായി ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് ദേശത്ത് നൽകി തന്നു. ഇന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചത് വെറുതെ ആയില്ല എന്ന് വളരെ പ്രത്യാശയോടെ ഞങ്ങൾക്ക് ഓരോരുത്തരോടും, എനിക്ക് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന ആരെങ്കിലും പ്രിയമുള്ളവരുണ്ടെങ്കിൽ ഓർക്കുക, ദൈവം മോശയോട് പറഞ്ഞു, മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം അടിയനോട് കൂടെ പോരുന്നില്ലെങ്കിൽ അടിയനെ അയക്കരുത്. നമ്മോട് കൂടെ നമുക്ക് മുമ്പേ കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമര കഥകളെ തകർത്ത് ദേശത്തിന്റെ അധിപതികളെ ഹല്ലേലൂയ ആമേൻ ബന്ധിച്ച് നമ്മെ ആക്കുന്ന വേല വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും സ്തോത്രം നാളെ എങ്ങനെ വരുന്നു അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കർത്താവ് അയക്കുന്നത് പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ചു. ഇന്ന് കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ സ്തോത്രം ദിവസം നവംബറിൽ എൻ്റെ കുഞ്ഞിന് മോൾക്ക് അഡ്മിഷന് പോകും. അപ്പോൾ ഇങ്ങനെ ഒരല്പ പൈസ ഉണ്ട്, അത് ഇങ്ങനെ ഓർത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവെ മോൾക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ കിട്ടിയത് പ്രൈവറ്റ് അലോട്ട്മെന്റ്. സ്തോത്രം. അതിനു മുൻപ് ഞാൻ പറയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, എൻ്റെ കുഞ്ഞ് 8ാം ക്ലാസ് മുതൽ 7 വരെ നമ്മൾ നടത്തിയ സ്കൂളിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ് മുതൽ ഇടുക്കി ജില്ലയിൽ കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിച്ചത്. സ്തോത്രം. അപ്പോൾ മലയാളം പഠിക്കണ്ടല്ലോ, എങ്കിലും ഞാൻ അവരെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളം പറയും, മലയാളം വായിക്കും. ബൈബിൾ വായിക്കാൻ കമ്പൽസറി വെച്ചത് കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു. സ്തോത്രം. അപ്പോൾ ഇപ്പൊ മോൾക്ക് പഠിക്കാൻ പോകണം. സാമ്പത്തികം എത്രയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ, പാസ്റ്ററുടെ നേരെയുള്ള സഹോദരൻ അവിടെ വീട്ടിൽ വന്നു ഞങ്ങളെ കണ്ടിട്ട്. അവരും രാജസ്ഥാനിൽ കർത്താവിന്റെ വേലയും സ്കൂൾ നടത്തുകയായിരുന്നു. നാട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് സഹോദരനെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്നേച്ച് പോകാൻ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, വെള്ളിയായെന്ന് വിളിക്കുക, ഒരല്പം ദശാംശമുണ്ട്. കർത്താവിന് സ്തോത്രം. അത് കൊടുത്ത് അവര് പോയി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഒന്നിച്ചെന്നു, എടി 1,00,000 രൂപയുണ്ടെന്ന്. സ്തോത്രം. നമുക്കറിയത്തില്ല ഫീസ് എത്ര വേണമെന്ന്. ഹല്ലേലൂയ. 1,06,000 രൂപ കൊടുത്ത് അതെടുത്ത്. അതും കഴിഞ്ഞ് അഡ്മിഷൻ ചെന്നപ്പോൾ കുറച്ച് രൂപയേ ഉള്ളൂ നമ്മുടെ കയ്യില്. അപ്പൊ 31,000 കൊടുക്കണം. അപ്പോൾ അന്ന് രാവിലെയും അതിൽ കർത്താവ് എന്ന് പറയുകയാ, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അന്ന് രാവിലെയും കർത്താവ് പറയാ, ഞാൻ നിനക്ക് വേണ്ടി അവിടെ കരുതും. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് അഡ്മിഷനൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നല്ലോ. കുട്ടിയെ വിട്ടിട്ട് പോരാനായിട്ട് ഒരുങ്ങി ബാക്കിയുള്ള ഞങ്ങളുടെ കയ്യിലെ റുപ്പീസ് കൊടുത്തു. പക്ഷെ പ്രിൻസിപ്പൾ സമ്മതിക്കത്തില്ല. അവര് പറഞ്ഞു, നിങ്ങൾ എവിടെ ചെയ്തു പാസ്റ്റർ, ആരാ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തേ? ഞാൻ പറഞ്ഞു, കർത്താവ് ചെയ്യും, അവര് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാ. ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അവര് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തു. മോൾക്ക് ഭയങ്കര സങ്കടം. കാരണം അവര് സ്കൂളും ലെവലിലൊക്കെ വളർന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഭാരം ഉണ്ടായിട്ടില്ല. ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, വിത്തിൻ 5 days
ഐ വിൽ പേ എന്ന് പറഞ്ഞേച്ച് ഞാൻ സ്തോത്രം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് മനസ്സ് ഭാരപ്പെട്ടില്ലെങ്കിൽ എന്റെ ഉള്ളിൽ മോർണിംഗിൽ കർത്താവ് പറഞ്ഞ വചനമുണ്ട്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലമ്പൂരുള്ള പാസ്കൽ എന്ന് പറഞ്ഞ ചർച്ച് ഓഫ് ഗോഡ് ഒരു പാസ്റ്റർ വന്നിട്ട് പാസ്റ്ററെ പരിചയപ്പെട്ടു. പാസ്റ്റർ അല്ലെ, അതെ എന്റെ മോളിലെ അഡ്മിഷൻ കഴിഞ്ഞായി എന്ന് പറഞ്ഞിട്ട് ആദ്യം താൻ അടച്ച വിധം അത്രയും നമ്മളും അടച്ചു, ഇപ്പോൾ ഇത്രേ അടച്ചുള്ളൂ, ഞങ്ങൾ 5 ദിവസത്തിനുള്ളിൽ അടയ്ക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നമുക്കൊരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഉടനെ തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് 10,000 രൂപ എടുത്ത് കൊടുത്തിട്ട് പാസ്റ്റർ ഇത് അടക്കി തന്നാൽ മതി. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി അവിടെ കരുതുമെന്ന്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് കർത്താവ് നമ്മെ വേലയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് മാത്രമല്ല നമ്മോട് കൂടെ ആരാധിക്കുന്നവർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മളെ ഒരു കഷ്ടതയിൽ ഇറക്കി വിടുവാൻ എൻ്റെ അപ്പൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. ഇന്ന് പകല് വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അഭിമുഖത്തില്, ഇങ്ങനെ ഒരു കർത്താവിന്റെ ശ്രേഷ്ഠദാസിന്റെ മുമ്പിലിരുന്ന് എന്റെ ഈ സാക്ഷ്യങ്ങളെ പറയുവാനോ സ്തോത്രം ഇതൊന്നും. എന്നാൽ ദൈവം എന്നെ സഹായിച്ചു എല്ലാ കാര്യങ്ങളിലും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളുമായിട്ട് വന്നപ്പോഴ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. മോള് ഞാൻ ഇങ്ങനെ വന്നു, എന്നാൽ വീട്ടിൽ വന്നു കർത്താവ് എനിക്ക് 1 മാസം അപ്പനോട് പറഞ്ഞ വാക്ക് ദൈവം കേട്ടു. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ തന്നു. ഞാനിങ്ങനെ മെഡിസിൻ ഒന്നും കഴിക്കുന്ന ആളല്ലായിരുന്നു. അതിനു മുൻപൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കത്തേ ഉള്ളായിരുന്നു. സ്തോത്രം. അങ്ങനെ വന്നു. ഞാൻ വൈകിട്ട് ഈ മെഡിസിൻ കഴിച്ചു. എന്റെ കുഞ്ഞിന്റെ മൂവ്മെന്റ് പിന്നെ ഉണ്ടായിട്ട് നേരം വെളുത്തു. അപ്പം ഞങ്ങളുടെ പൈനാവിലെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഈ കുഞ്ഞ് രാത്രിയിൽ ഒട്ടും മൂവ്മെന്റ് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി നല്ല ദൈവകൃപയും ശുശ്രൂഷയുള്ളതായിരുന്നു അവിടുത്തെ പേരൻസ്. അമ്മച്ചി വന്ന് എന്റെ വയറിൽ രാവിലെ ഞാൻ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേ മൂവ്മെന്റ് തുടങ്ങി. അപ്പോൾ ഞാൻ ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഇനി ഞാൻ ഈ മെഡിസിൻ എടുക്കത്തില്ല, സ്തോത്രം, ഇതുകൊണ്ട് കടയിൽ തിരിച്ചു കൊടുത്തേക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ഒരു ചെറിയ കാര്യം പറയുന്നു, ചെവിച്ചായ്ച്ച് കേട്ട് ഒരമ്മയെക്കാളും ഒരപ്പനേക്കാളും സ്നേഹിക്കുന്ന നമ്മുടെ നല്ല ദൈവമാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ കഥകടച്ചിരുന്ന അപ്പനോട് പറയുക, ആരോടും പറയരുത്. എന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങള് സ്തോത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ മേലാത്ത ഒരു സംഭവം. എന്റെ പൈതൽ അവിടെ വാളിയാർ പഠിക്കുമ്പോൾ ഒരു വിഷയമുണ്ടായി. വളരെ പ്രയാസപ്പെട്ട് ആ സമയത്ത് സ്തോത്രം അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരണം. ഞാനിങ്ങനെ ഇരുന്നിട്ട് സ്തോത്രം ഞാൻ എന്റെ ബൈബിൾ എടുത്ത് ഹല്ലേലൂയ ഞാനിങ്ങനെ മാർവോട് എന്റെ ബൈബിൾ ഇങ്ങനെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിനെ അവിടെ നിന്ന് കർത്താവ് ഇറങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ദൈവവചനത്തിൽ വായിച്ചു, നമുക്കറിയാമല്ലോ സ്തോത്രം. അതെ, യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു നിന്നുവെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പൻ എന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് 1:30 ആയപ്പോൾ ടിക്കറ്റ് ഒരിക്കലും കിട്ടുന്നതല്ല. സ്തോത്രം. അന്ന് രാത്രിയിൽ അവിടുന്ന് തിരിക്കാൻ ഞാൻ അപ്പനോട് പറഞ്ഞ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് സ്വർഗം ക്രമീകരിച്ചു. പ്രിയമുള്ളവരെ, എന്റെ അമ്മച്ചിക്ക് ക്യാൻസർ വന്നു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ റൂമിൽ കയറിയിരുന്നു. അതേ ഹല്ലേലൂയ, ഈ റേഡിയേഷൻ കണ്ടുപിടിച്ചത് ഡോക്ടർമാരാണ്. ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലോട്ട് കയറി എന്റെ പ്രെയർ റൂമിൽ കയറിയിട്ട് ഞാൻ കണ്ണടക്കി നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, എന്റെ അമ്മച്ചിയുടെ ക്യാൻസർ മാറണം. ഹല്ലേലൂയ. ഒരു റേഡിയേഷന്റെ രശ്മി ക്യാൻസർ കോശത്തെ നശിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആമേൻ, അതിലും ശ്രേഷ്ഠമേറിയ തിരുവചനത്തിന്റെ അത്യന്ത ശക്തി ആമേൻ എന്റെ അമ്മച്ചിയുടെ ക്യാൻസർ ഭാഗങ്ങളിലേക്ക് കടന്നു എന്നിട്ട് അവയെ കരിച്ചു കളയാൻ ശക്തിയുള്ള ദൈവവചനമായി പരിണമിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ബയോപ്സി കഴിഞ്ഞ് ക്യാൻസർ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് പെറ്റ് സ്കാൻ ചെയ്യാൻ മാവേലിക്കര പോയ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അമ്മച്ചിയുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകും നമ്മുടെ ഭാരവും വേദനയെല്ലാം എന്റെ ഇന്ന് പകല് സ്തോത്രം ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തില് ചെയ്ത കർത്താവിന്റെ നന്മയെ ബഹുമാന്യ കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യൻ പ്രിയ ദാനിയേൽ ജോൺ അവറുകളോട് ഒപ്പം എന്നെ കേൾക്കുന്ന എന്നെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ആയിരിക്കുവാൻ ഇത്രയും സമയം ഞാൻ ദൈവസന്നിധിയിൽ വിനിയോഗിക്കുവാൻ
ദൈവം എന്നോട് കൂടെ ഇരുന്നു. എനിക്ക് അനുവദിച്ച ഈ സമയത്ത് എല്ലാറ്റിനും വളരെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ ദാസി വത്സമ്മ തോമസ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ. ദയവായി കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് അനേക കുടുംബങ്ങളിൽ അനേക കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കന്മാർക്ക് വളരെ വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കുട്ടിക്കാലം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കുട്ടിക്കാലത്ത് അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആ വ്യതിചലനങ്ങൾ അവരുടെ വാർദ്ധക്യകാലം വരെ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസി ബാല്യത്തിൽ നേരിട്ടതായ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. മദ്യപാനിയായ പിതാവ് മദ്യപിച്ച് വീട്ടിൽ വരികയും അതിക്രൂരമായ നടപടിക്രമങ്ങൾ, ശിക്ഷണ നടപടികൾ, മറ്റ് പലവിധമായ തിക്ത അനുഭവങ്ങളൊക്കെ ഭവനത്തിൽ ഉണ്ടായതിൻ്റെ പരിണിതഫലമായി ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങൾ, അതുപോലെ വീടിന് തീ വയ്ക്കുന്ന സന്ദർഭങ്ങൾ, വീട് വിട്ടു പോകുന്ന സന്ദർഭങ്ങൾ, ഒരുപാട് ദുരിത ദുഃഖങ്ങൾ ആ കുട്ടിക്കാലത്ത് അത് ഉണങ്ങാത്ത മുറിവുകളായി ഹൃദയത്തിൽ ഇന്നും നിഴലിച്ച് നിൽക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ സമൂഹം ഇത്രയധികം ഉന്നമനം അല്ലെങ്കിൽ മോഡേൺ പുരോഗതിയൊക്കെ പ്രാപിച്ചു എങ്കിൽ പോലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഭാര്യാഭർത്താക്കന്മാരും ഉണ്ട് എന്ന് ഉള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അതൊക്കെ വളരെ വലിയ മൂല്യച്യുതിയാണ്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും ആധുനികത കൊണ്ടും എല്ലാം കൊണ്ടും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ തന്നെ എല്ലാ നിലയിലും ജനം പുരോഗതി പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ മറുവശത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തികച്ചും അത് ബാലിശ്യം എന്ന് വേണം പറയാൻ. അറിവില്ലായ്മ. ഈ അറിവില്ലായ്മ പലപ്പോഴും പല തെറ്റായ കാര്യങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും നമ്മെ വലിച്ചിഴയ്ക്കുക. അതായത് മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, അതുപോലെ കുടുംബ ബന്ധങ്ങൾ ഭിന്നിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഭവനങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിപ്രധാന ഘടകമാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ അത് വളരെ വലിയ നിലയിൽ സ്വാധീനിക്കുവാൻ ഇടയായിത്തീരും. എങ്കിലും പ്രിയ വത്സമ്മ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഈ വിഷയങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം ഒരു വിടുതൽ തന്നു. ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമുള്ള ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം തമ്പുരാൻ കണ്ടിരുന്നത് കൊണ്ട്, തിരഞ്ഞെടുത്തത് കൊണ്ട് അവയിൽ നിന്നൊക്കെയും പുറത്തു വരുവാൻ ഇന്ന് സമാധാനം, സന്തോഷം അനുഭവിക്കുന്നവളും മറ്റുള്ളവർക്ക് ആ സമാധാനം അനുഭവിച്ച ആ ദൈവീയ വിടുതൽ പങ്കുവയ്ക്കുവാനും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആട്ടെ, കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഈ സെഷനിവിടെ പൂർത്തീകരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, വളരെ സമയം കർത്താവിന്റെ മുൻപാകെ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ കർത്താവെ, ഞങ്ങളുടെ പ്രിയ എല്ലാ വ്യൂവേഴ്സിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. എത്രത്തോളം ദൈവം സഹായിച്ചു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ ബാല്യകാലത്തിലും ജീവിതത്തിലും പഠനത്തിലോ അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിലോ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലോ അവരുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഭാരപ്പെട്ട നിമിഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഇന്ന് പകൽ അവർക്ക് വിടുതലും ഉദ്ധാരകനുമായ നല്ല ദൈവമായി, നല്ല സഖിയായി, നല്ലൊരു പിതാവായി, നല്ലൊരു മാതാവായി കർത്താവരെ തീർക്കണമേ. ആരോമ കർത്താവെ ടിവിയെ ദൈവം ഹല്ലേലൂയ ചാനലും മാധ്യമം അത് വളരെ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് അനേകരുടെ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും തണലുമായി തിരുവചനത്തിന്റെ സത്യങ്ങൾ അവർക്ക് ഹല്ലേലൂയ സന്തോഷമായി തീരേണ്ടതിന് ഈ ജീവിതാനുഭവങ്ങളുടെ യാത്രകളിൽ അനേകർ കർത്താവെ ഫ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ
കർത്താവിന്റെ ദാസൻ താൻ കൊടുത്ത വില, ആ സമയം, സ്തോത്രം, തന്നിൽ ദൈവം പകർന്ന അഭിഷേകം, കർത്താവിന്റെ ആദർശം, ഹല്ലേലൂയ, ആമേൻ, എല്ലാറ്റിനുമായി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ കർത്താവിന്റെ ദാസനെ കുടുംബമായി കർത്താവ് ഈ ചാനല് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി വാഴ്ത്തുന്നു. അടിയന് തന്ന ഈ എളിയ സമയത്തിനായി സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. താങ്ക് യു. താങ്ക് യു കർത്താവിൻ്റെ ദാസി വത്സമ്മ തോമസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം ഇവിടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.